കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ട്രിഗേഴ്സ് ഇൻ യു, ഇൻസൈഡ് യു. It's a little tricky, and if you are genuinely interested, in my view, is the world is changing. അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്തിനാണ് പോയതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാം പഠിക്കുക എന്നുള്ളതല്ല ഒരാളുടെ ഒബ്ജക്റ്റീവ്. പിന്നെ ദൈവമായി പോകും തോന്നുന്നു എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ വിത്തിൻ ടെക്നോളജി ഇൻഡസ്ട്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you hire somebody from a college, they don't have any exposure to enterprise systems. ഇപ്പൊ ഈ വർഷം +2 സ്റ്റുഡൻസിന് ഒരു ചലഞ്ച് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ കഷ്ടപ്പാടായിരുന്നു തുടക്കമൊക്കെ. എങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടി, ആ ജോലി ഞാൻ കളഞ്ഞു. ഞാൻ ഈ സാധാരണ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പോഡ്കാസ്റ്റ് ഞാൻ ഡീസൻ്റ് ആയിട്ട് വർത്താൻ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളെടുത്തു എനിക്ക് ഒരു ഓൺട്രപ്രണർ ആവാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനോ. ഞാൻ ഇവരുടെ അടുത്ത് പറയാറുള്ള സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നിങ്ങൾ ബിസിനസ് അല്ല ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾക്ക് കുറെ എക്സ്പോഷർ ഇത് ബിൽഡ് ചെയ്യുന്നതിലൂടെ കിട്ടും. AI എന്ത് പറഞ്ഞു കൊടുത്താലാണ് എനിക്കിത് ചെയ്യാന്നുള്ളത് വേറെ സാധനമുണ്ട്. ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ്. അതിനകത്ത് ഇപ്പം ഞങ്ങൾ ഹയർ ചെയ്യുന്ന പിള്ളേരെ, വാട്ട് ഇസ് ദാറ്റ് വർത്ത്നെസ് ഇൻ യു? വി ഡോണ്ട് ഹയർ ബിക്കോസ് സംബഡി ഈസ് കമ്മിങ് ഫ്രം IIT എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും കളവന്മാരല്ല. ലുക്ക് അറ്റ് ദ ഓപ്പർച്യൂണിറ്റി വേഴ്സസ് ഓൾ ദാറ്റ് ആസ്പെക്ട്. ലൈഫിൽ ഒരു വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വേണു ആയി തീരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലംബോർഗിനി, റോൾസ് റോയ്സ്. ഒരാണും ചെളിയിൽ വീണാല് മീശയിൽ മണ്ണ് വരരുത്. ബേസിക്കലി ഫെയിൽഡ് ഇൻ എവറിത്തിങ്. ആൻഡ് ഈ കോൺഫിഡൻസ് വെറുതെ കിട്ടത്തില്ല. കടയിൽ പോയി 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനമല്ലോ. ഇത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിനെ നമുക്ക് ആക്ച്വലി വയർ ചെയ്യാം. അവരുടെ ഏജിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫിസിക്സിൽ ഇരിക്കുമ്പോൾ അവിടെ CBSE പിള്ളേർ എൻ്റെ ക്ലാസ്. ആറ്റിറ്റ്യൂഡ് ക്യാൻ ടേക്ക് യു പ്ലേസസ്. യു ഷുഡ് നെവർ എവർ ആസ്പയർ ഫോർ വാട്ട് യു ജസ്റ്റ് ടോൾഡ് മീ നൗ. പക്ഷേ HR റിജക്റ്റഡ്. യു ഹാവ് ടു തിങ്ക് എ ലോട്ട്. HALE 7 DG 0007 ഗ്രീൻ ലംബോർഗിനി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ നമ്പർ പ്ലേറ്റിനുടമ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ റോൾസ് റോയ്സ് ഗോസ്റ്റിനുടമ തുടങ്ങിയ ട്രെൻഡിങ് ന്യൂസുകളിലാണ് ലിറ്റ്മസ് 7ന്റെ CEO ആയിട്ടുള്ള വേണുഗോപാലകൃഷ്ണൻ ഇന്ന് ഫേമസ് ആയിരിക്കുന്നത്. പക്ഷേ വേൾഡിലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്പനികളുടെ ഇടയിൽ വേണുഗോപാലകൃഷ്ണനും ലിറ്റ്മസ് 7നും ഓൾറെഡി ഫേമസ് ആണ്. കാരണം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനികൾ ഉൾപ്പെടുന്നതാണ് Fortune 500 കമ്പനികൾ. അതിലെ 27 ക്ലയൻറ്റ്സ് ഇൻക്ലൂഡിങ് സെഫോറ വേണുവിൻ്റെ ലിറ്റ്മസ് 7ന്റെ ക്ലയൻറ്റ് ലിസ്റ്റിലുള്ളവയാണ്. വെറും 6 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയിട്ട് 15 വർഷത്തിനുള്ളിൽ 450 കോടി രൂപ ടേൺ ഓവറിലേക്ക് വേണു ലിറ്റ്മസ് 7നെ എത്തിച്ചു. അതിൻ്റെ പ്രധാന കാരണം വേണുവിൻ്റെ ടീം മെമ്പേഴ്സാണ്. വേണുവിന് കൂടെയുള്ള വേണുവിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. സോ വേണുവിൻ്റെ ടീമാണ് വേണുവിൻ്റെ വിജയത്തിൻ്റെയും പുറകിൽ. സോ ആ ടീമാണെങ്കിലോ എ ഗ്രൂപ്പ് ഓഫ് ടെക്കീസ്, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്സ് ആയ, വളരെ ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ടെക്കീസാണ് വേണുവിൻ്റെ കൂടെ ഉള്ളത്. സോ ഞാൻ വേണുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം, ലിറ്റ്മസ് 7ലെ ആവറേജ് റിട്ടൻഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇയേഴ്സ് ഓഫ് എൻ എംപ്ലോയി എന്ന് പറയുന്നത് 9 years ആണ്, വിച്ച് ഈസ് 2 or 3 years in other companies. സോ ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ 2-3 years to 9 years എന്നുള്ള ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സോ മെയിൻറ്റെയിനിങ് ആ ഒരു ടെക് പുലികളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വേണുവിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ വേണുവിന് ആക്ച്വലി ഇത്രയും ടെക്കീസിനെ മാനേജ് ചെയ്തുകൊണ്ടും അവരെ മെൻറ്റർ ചെയ്തുകൊണ്ടും അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരെ ലേൺ ചെയ്യാനോ അവരുടെ നോളേജ് ബിൽഡ് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വേണു ചെയ്തത് കൊണ്ടാണ് വേണുവിന് ലിറ്റ്മസ് 7 പോലുള്ള ഇത്രയും വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റിയത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആസ്പയറിംഗ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് എൻജിനീയറിംഗ് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ AI സൈബർ സെക്യൂരിറ്റിയോ അതുപോലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എന്തുകൊണ്ടും വേണുവിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അതിഥിയായിട്ട് ലിറ്റ്മസ് 7 CEO ആയിട്ടുള്ള വേണുഗോപാലകൃഷ്ണനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു വേണു. താങ്ക് യു ഷംസ്. ദ ഫ്യൂച്ചർ ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ കോളേജ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അപ്പം കോളേജ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മൈൻഡ് സെറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് വേണു ഒരു വലിയ ടോപ്പ് കോളേജിലൊന്നുമല്ല പഠിച്ചിട്ടുള്ളത്. പക്ഷേ വേണുവിന് വേൾഡിലെ ഒരു വലിയ ടോപ്പ് കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റി, ഒരു ടെക്നോളജി കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അന്ന് എന്തൊക്കെ ചിന്തിച്ചു എന്ന് പറയുന്നത് ക്ലീശ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട്, ഇന്ന് ഇത്രയും വലിയൊരു കമ്പനിയുടെ മുകളിൽ നിന്നുകൊണ്ട് എന്തായിരിക്കണം ഒരു +2 കഴിയുന്ന സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം. അറിയപ്പെടുന്ന കോളേജുകളിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ കോളേജിലല്ലോ, വല്ലവരുടെയും കോളേജിലായിരുന്നു ഉണ്ടാകും. ലൈക്ക് ഷംസു സെഡ്, പറഞ്ഞില്ലേ, ആ മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ആ സമയത്ത് ഞാൻ ആലോചിച്ചു ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആവുന്ന. അപ്പം പിള്ളേരെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ ഏജിൽ what they can actually visualize is only limited to what they've experienced in the past. അപ്പോൾ പഴയ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കാണാവുന്നേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്കൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പം, സംശയമല്ല, എനിക്കൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അന്ന് ഗൂഗിളില്ലല്ലോ, ഇൻ്റർനെറ്റില്ല, സ്മാർട്ട് ഫോണില്ല. പിന്നെ നമ്മൾക്ക് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഐഡൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇന്ന് ആ വ്യക്തിത്വങ്ങളിൽ ഇഷ്ടംപോലെ അവൈലബിളാണ്, ബിക്കോസ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പിള്ളേർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ദേ ആർ എക്സ്പോസ് ടു ടു മെനി തിങ്സ് ബിയോണ്ട് ദെയർ ഏജ്. ആൻഡ് സോ ആ ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റ് ഒരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ, യു ഹാവ് ടു പ്ലേസ് യുവർ സെൽഫ് 15 years from now. ആൻഡ് യു ഡോണ്ട് പ്ലേസ് യുവർ സെൽഫ് 15 years from now ഇൻ യുവർ ഓൺ സ്കിൻ. പക്ഷേ അത് ചെയ്യേണ്ടത് ഈ പറയുന്ന എക്സ്പോഷർ നമുക്കുണ്ടല്ലോ, ടെക്നോളജി എവിടെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കേപ്പബിലിറ്റീസ് എവിടെ പോകുന്നു, രാജ്യങ്ങളും സാമ്പത്തികം എവിടെ പോകുന്നു. ഐ തിങ്ക് യുവർ വ്യൂ ഹാസ് ടു ബി അറൌണ്ട് ദാറ്റ്, ആൻഡ് യു ഷുഡ് ടാഗ് യുവർ സെൽഫ് ടു ദോസ് attributes, അല്ലെങ്കിൽ those aspects, and then what is going to happen for the GDP of India after some time, or GDP of different countries at that point in time. What is going to happen to the technology, data transfer rate അങ്ങനെ മാറി കിടക്കുന്നു. ഒരു 10-15 വർഷം മുമ്പ് 3G ഉണ്ടായിരുന്ന സമയത്ത് നമ്മളാരും മൊബൈലിൽ സിനിമ കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ, OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പം the rate of speed at which the technology changes, what is going to be that, and those kind of things, whatever has been moving us from our 50 years back, what we were and what we are today, is because of certain things. Are certain channels, if you extrapolate it to future, then what is it going to be? ആ സെൻസിൽ നിന്നിട്ട് ഈ പറയുന്ന കുട്ടികൾ ഇനിയിപ്പോൾ ഇവർ പ്രീഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ പ്രീഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം 16 വയസ്സല്ലേ, 17 years. By 21 they are probably out there after their graduation, searching for a job. അപ്പം 17 to 21, that's quite considerable amount of time, looking at the pace at which the technology and the environment, everything is changing. So by the time the kids are out, they probably wouldn't, none of these education systems probably might make sense, or it makes a lot of sense also. It's both ways. So I think they have to use whatever is in their capacity, not just the college or the curriculum, but everything outside that as well, and then make it happen. And in my case, when I was young, I think I was never using the college, but I was using everything else outside the college to gain the experience. No, that's a joke. പക്ഷെ അതും എനിക്ക് തോന്നുന്ന ഒരു ഫാക്ടാന്ന് തോന്നുന്നു. ആസ് എ പേഴ്സൺ ബിൽഡ് ചെയ്യാൻ നമുക്ക് എവിടെ നിന്നാണ് you build that aspect of, you don't want to be a failure, you don't want to be begging in front of anyone, you don't want to be inferior to anyone else. So I think that was the only quality that was built. അന്ന് പിന്നെ അടി പോലൊക്കെ ആണല്ലോ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള കപ്പാസിറ്റി ആംബിയർ ഉണ്ടെന്ന്. അപ്പോൾ കാണുന്നവരെന്റെ മിക്കവാറും അപ്പോൾ end of the day, every education is to build yourself on. It is not as ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആവുന്നതുകൊണ്ടല്ല, ആ എക്സ്പെർട്ട് ആയതുകൊണ്ട് that person has become something എന്നുള്ള അവയർനെസ്സിലാണ് ആക്ച്വൽ എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്. അപ്പം I would even say that the college doesn't matter much. ഞാൻ പഠിച്ച കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിന് കുറ്റം പറയുന്നല്ല, അന്ന് എനിക്ക് ഒരിടത്തും കിട്ടത്തില്ലായിരുന്നു. എൻ്റെ പ്രീ ഡിഗ്രി മാർക്ക് വെച്ച് എനിക്ക് ലോകത്തൊരിടത്തും കിട്ടാത്തതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ എനിക്ക് ഫിസിക്സ് ഭാഗ്യത്തിന് കിട്ടി. അതിനു മുമ്പ് എനിക്ക് മെറിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു പകുതി മെറിറ്റും പകുതി ഇൻഫ്ലുവൻസിൽ കൂടെ കോമേഴ്സ് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കോളേജിൻ്റെ ഒക്കെ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റേ കോളേജിൽ നിന്ന് കോൾ വന്നത്. പക്ഷെ ആ സെയിം
എന്നെ ഞാനാക്കി മാറ്റിയൊരു സാറുണ്ട്, ഉണ്ണിമാഷ് എന്ന് പറഞ്ഞത്. കക്ഷിയുടെ വൈഫ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ഫിസിക്സിന്. അപ്പം കോളേജിനെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ എന്നിരുന്നാലും ആ കോളേജ് അത്യാവശ്യം ഒരു നൊട്ടോറിയസ് കോളേജായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദ പ്ലാറ്റ്ഫോം, ഇറ്റ് ഇസ് നോട്ട് ദ കോളേജ് ആസ് സച്ച് ഓർ ദ കരിക്കുലം ആസ് സച്ച്. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് ട്രിഗേഴ്സ് ഇൻ യു, ഇൻസൈഡ് യു, ടു ബിൽഡ് യുവർ സെൽഫ് എന്ന് കാണുന്ന ഒരു ബോധോദയം വരുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എനി കിഡ് ടു ഗെറ്റ് ടു ദറ്റ് പോയിന്റ്. അവരെല്ലാവരും നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോൾ എല്ലാവരും കാനഡയിൽ പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും UK പോകുന്നു വിദേശ പഠനം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? എക്സ്ട്രാ കാശ് കൊടുക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ പിന്നെ അവർക്ക് ദേ മൈറ്റ് ബി ഏബിൾ ടു സീ ദ കൺട്രി ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് ബിയോണ്ട് ദാറ്റ് എവിടെയാണെങ്കിലും ആ ഒരു ഇപ്പോൾ വേണുദ്ദേശിച്ച് ഒരു സ്പാർക്ക് ഉണ്ടാവണം മൈൻഡിൽ. ആ സാധനം കിട്ടാനും ഭയങ്കര പാടാണ്. വിവേകാനന്ദൻ 1000 ഉണ്ടായിട്ടില്ലല്ലോ, ഒരു വിവേകാനന്ദൻ ഇല്ലേ ഉണ്ടായുള്ളൂ. The more you start exploring yourself and you want to become something, ആ ഒരു തോട്ട് വരാത്തിടത്തോളം കാലം ഒരു കോളേജ് പഠിച്ചിട്ടും കാര്യമില്ല. That is my feeling, and so you know. പക്ഷെ ആഗ്രഹങ്ങളുണ്ടല്ലോ ഇപ്പം സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ, അതായത് ഇപ്പം ഞാനെപ്പോഴും ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ പോലും, വെർ യു വാണ്ട് ടു പ്ലേസ് ആഫ്റ്റർ 5 years or 10 years or 15 years അങ്ങനെയാണ്. അപ്പം കുറേ സ്റ്റുഡൻസിനെങ്കിലും ഞാൻ ആഗ്രഹങ്ങൾ കാണാറുണ്ട്. അതിലൊരു വിഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടാവും, ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഡ്രീമുള്ള സ്റ്റുഡൻസ് അവർ എന്തായിരിക്കും ചെയ്യേണ്ടത്? അതിനകത്ത് ഈ പറയുന്ന പോലെ അഗൈൻ ഈ ഡ്രീം ഇസ് only a vehicle for the next step, next best action. I don't think, I mean, ഈ പാഷൻ ഡ്രീം എന്നൊക്കെ പറയുന്ന സാധനം, I don't believe in that way too much. എന്ന് വെച്ച് കഴിഞ്ഞാൽ I must have been very passionate in photography at that time. I was way too passionate, but had I chosen that, I mean, I would have screwed up my life. I was very passionate about joining military. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യൂണിഫോം സർവീസസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രേസസ് ഉള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പാഷൻ്റെ പുറകെ പോയാലും പ്രശ്നമുണ്ട്. അപ്പം ഇറ്റ് ഇസ് അബൌട്ട് യുവർ അവയർനെസ് ആസ് ടു വാട്ട് യു റിയലി വാണ്ട് ടു ബിക്കം, ആൻഡ് ബിഫോർ യു ഡൈ വാട്ട് യു വാണ്ട് ടു ലീവ് ആസ് എ ലെഗസി ആൻഡ് ദെൻ മൂവ് ഓൺ. അപ്പം അതിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഈവൻ എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ഇൻ എൻ ഏജ് വെയർ പ്രീ ഡിഗ്രി കഴിഞ്ഞിറങ്ങി വരുന്ന പിള്ളേർ അപ്പോൾ അവർ പറയും തന്തവേവെന്ന് പറയും, അങ്ങനെ ചിന്തിക്കുന്നൊരു പയ്യൻ. അപ്പം it's a little tricky, and if you're genuinely interested, in my view, is the world is changing, and that is a fact, and whatever that you are learning is going to change. I mean, even I live in an industry, I've made my life out of an industry which is IT services, and I clearly know that, I mean, the IT service industry will die in no time, because if AI can start writing code, then what the hell am I doing? I mean, the business that I'm running in itself is going to die. So now software engineers തന്നെ ചിലപ്പോൾ I mean, we don't need so much of software engineers. So if that is the case, then how do you still survive? When I know that my business is going to die in the next 3 years or 5 years, I mean, that's not going to happen. But then it's your ability to, അതായിരുന്നു ഞാൻ പണ്ട് കോളേജിൽ പോയി കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് അടിയിടി ഉണ്ടാകുമ്പോൾ ഒളിച്ചോടത്തില്ല, നമ്മൾ അവിടെ നിന്ന് ഇടിക്കുമായിരുന്നു എന്ന് പറയുന്ന പോലെ, യുവർ എബിലിറ്റി ടു ഫേസ് ദ പ്രോബ്ലംസ്, ദ ചലഞ്ചസ്, അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. ഇപ്പം ക്രിസ്ത്യൻസ് പറയുമല്ലോ, മോസസ് മറ്റേ ഇവിടെ വന്നു, റെഡ് സീ എടുത്ത് വന്നു, റെഡ് സീ സ്പ്ലിറ്റായി, ഞാൻ പ്രോമിസ് ലാൻഡിൽ കൊണ്ടെത്തിച്ചു. ഈ സാധാരണ ഇന്നത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ കടൽ കാണുമ്പം പറയും, എൻ്റെ പൊന്നു മക്കളെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരു കടലുണ്ടായിരുന്നു, നിങ്ങളൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാണ്. He was able to see a promised land beyond the obstacle that that was in front of him. Symbolically, it's a grand leadership and demonstration. So you need to be a leader in everything that you think. You can't be you can even think of yourself being planted as a scientist, but a scientist another leader ഉണ്ട്. അപ്പം what is that you're searching for is the leader in you who can actually unlock yourself, not in terms of saying ordering 20 different tasks to be done by your subordinates. അതല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്. When you are faced against challenges, how do you overcome that? I think the immediate step for this pre-degree kind of situation is, I mean, the students probably would be find that space where they are challenged. Okay. You can probably see more than what the curriculum says. Apply things and learn as you are, because anyway 3 years of, I think it is 3 years. 4 years. 4 years. So the 4 years you don't want to waste your time, and that's your really beautiful age. So I mean, you can run around and have your all the other stuff, but then spend some 3-4 hours at least in a day
outside your college time, or even while you're in the classroom, in terms of searching and find out how are you practicing what you're actually learning. And so that will make a lot of change, and then slowly see whether what you're even trying to do is even something that your mind is accepting it. So ഇപ്പം ലോകത്ത് ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ ലോകം പോലെ അല്ല ഇപ്പോഴത്തെ വേൾഡിൽ ഇൻഫർമേഷൻസ് കൂടുതലാണ്. അതായത് ഇത് നമ്മൾ ഗൂഗിളാണ് ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും കിട്ടും. ഇപ്പോൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഡീപ്സീക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുറച്ചും കൂടി സഡൻ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻസ് വളരെ കൂടുതലായിരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ ഒരു സേർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അവിടെയാണ് ഒരു സ്പാർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സ്റ്റുഡൻസ് എന്തൊക്കെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? കാരണം ഇത്രയും ഇൻഫർമേഷൻസ് ഓവർലോഡർ ആകുമ്പോൾ, അല്ലെങ്കിൽ എവിടെ പഠിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ വേൾഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അല്ല, അതിനകത്ത് എല്ലാം പഠിക്കുക എന്നുള്ളതല്ല ഒരാളുടെ ഒബ്ജക്റ്റീവ്. പിന്നെ ദൈവമായി പോകും തോന്നുന്നു എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടിയതെന്ന് പറയുന്നത് you can't be everything. You will not be there in NASA right after you get out of your college, and then you probably might not be joining there. You might be starting something of your own, maybe a workshop or maybe something else. I mean, it could be anything, right? But in all of this, how do you see that uniqueness? How do you carve that uniqueness? So even if you're a cycle repair shop guy, that's what you want to do. How do you actually become better than anybody else in the world? How is that the world is going to come to you rather than you go to the world? So now if the world has to come to you, there are certain skills and specialities that you need to build. And the way that is going to be accepted by the world is, I mean, because people will think that that's a very, very idealistic way of explanation. It is not. The reason is when you need to be hired by someone, unless you're not starting something on your own. And if you have to be hired by someone, and that means that someone knows that you're a kid because you're just coming out of the college. അപ്പം അങ്ങനെ ഒരു കിഡിന് അയാളുടെ മനസ്സിലൊരു ടെംപ്ലേറ്റ് ഉണ്ട്. മീൻസ് ദ വേൾഡ് ഹാസ് എ ടെംപ്ലേറ്റ് അബൌട്ട് എവറിബഡി എൽസ്. ആൻഡ് നൗ യുവർ സക്സസ് ഇസ് വെൻ യു ബ്രേക്ക് ദറ്റ് ടെംപ്ലേറ്റ്. സോ ടു ബ്രേക്ക് ദ ടെംപ്ലേറ്റ് in whatever form or shape, whichever subject that you are trying to enhance yourself, try and show some level of authority more than your peers would do. I mean, so is this guy? So if I'm looking at a kid who is coming out of the college, it's not. I don't want to really talk about what he knows about Java and all that, because that's very easy. That's very easy. I mean, it's not just that part. I mean, what is his ability to quickly learn new things, and what is his methodology for that? And is he someone who is going to figure out as it happens type, or is he someone who is a little more methodological structured? So that part of his organization skill. I mean, the way he has orchestrated himself in that process of that 4 years. That's more interesting or important, which has the ability to grow on its own as you start seeing more and more challenges. But now, that being the broader answer, but something that quickly or tangibly that I can speak about is biotechnology is one, because eventually humans don't want to die, so that's going to be a good space. Space is definitely a good space, so that means physics and everything around it. And then another one would be the AI. I mean, because technology is cross-functional. I mean, so it's like a horizontal. The rest of them are like verticals. So within technology, regular technology is getting over. AI also is the AI that we are seeing right now. That's like a passing phase. That's not the AI. So, but the language that you learn to construct the AI aspects, like the Pythons or MLs and stuff like that. So those kind of things, I mean, they will help you. And so some people have to have, it's a technology first world. No matter what, whether you want to be a farming guy, you still need to know technology. So anything and everything that you touch, there is technology. So it's a technology first world. Now, there's nothing wrong in being aware of how AI works and the future of AI as well. ഇപ്പം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ കാർ കമ്പനികളെല്ലാം മുന്നേ മാനുവലായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പം ഈ ഓട്ടോമാറ്റിക് മെഷീൻസ് വന്നപ്പോൾ, റോളിലൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് മെഷീൻസ് വന്നപ്പോൾ ജർമ്മനിയിലുള്ള വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഓട്ടോമാറ്റിക് മെഷീൻസ് വന്നു, ഇനി നിങ്ങളുടെ ജോലി പോകും.
അപ്പോൾ അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത്, ശരി ഇത് ഓട്ടോമാറ്റിക് മെഷീൻസ് ഓടിക്കാൻ ആൾക്കാർ വേണമല്ലോ, ഞാൻ അതിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ AI വന്നാലും ശരി നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടാവുമല്ലോ. അതിന് അവരെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവരെന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിരിക്കണം. അത് നമ്മളിപ്പം അതിപ്പോൾ ഏത് സ്പേസിലാണെങ്കിലും ഫൗണ്ടേഷണൽ സ്കിൽ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് വലിയ കാര്യമില്ല. അപ്പം ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് അറിയണം എന്ന് പറയുന്ന പോലെ യു നീഡ് ടു നോ ദാറ്റ് ഇൻ ഡെപ്ത് ഇൻ റീസണബിളി ഗുഡ് ഫോം ആൻഡ് ഷേപ്പ്. അപ്പോൾ AI വരുമ്പോൾ തന്നെ AI ഐ മീൻ ഇഫ് ലൈക്ക് ഐ സെഡ് ഐ മീൻ ഹൗ ഡു യു ഡു പ്രോഗ്രാമിംഗ്, ഹൗ ഡു യു തിങ്ക്, AI ബേസ്ഡ് തിങ്കിങ് എങ്ങനെ വരും, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ധാരണയാണെങ്കിൽ അതിൻ്റെ ഒരു ലോജിക് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആ ലോജിക്കൽ അപ്രോച്ച് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നോട്ട് എവറി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇസ് ആക്ച്വലി ഐഡിയലി എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഐ മീൻ സം പീപ്പിൾ are exceptional, some people are not. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നടക്കും. The other thing to look at is AI will move into AGI. So AGI is a term used, but machines will become intelligent എന്ന് പറയുന്ന ഒരു സ്പേസിലോട്ട് മാറും. അപ്പോൾ മെഷീൻസ് ഇന്റലിജന്റ് ആകുമ്പം ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് കാർ, മാനുവൽ കാർ ഓട്ടോമാറ്റിക് ആയിട്ട് ആയി കഴിഞ്ഞാൽ പക്ഷേ ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ, then what kind of job are you looking for എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുറച്ച് ജനറലിസ്റ്റിക് അപ്രോച്ച് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് കൺസൾട്ടേറ്റീവ്. വേർ ഇസ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട് ബി റീപ്ലേസ്ഡ്. ഐ മീൻ ഹ്യൂമൻസ് കനോട്ട് ബി റീപ്ലേസ്ഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് intellect levels, his ability to think, but the machines are going to think very soon. And so ഇവർ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഈ പറയുന്ന സമയത്തിരിക്കും നമ്മൾ ഈ പോഡ്കാസ്റ്റ് നടത്തുന്നത് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് നോക്കുമ്പോൾ അവർ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് എവിടെയാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ നല്ലൊരു സ്റ്റാർട്ടിംഗ് ഫേസ് ആയിരിക്കും. ആ സമയത്ത് ഡു യു വാണ്ട് ടു ബി അറ്റ് ദ ലീഡിംഗ് എഡ്ജ് ഓർ ഡു യു വാണ്ട് ടു ബി ദ വർക്കർ ഹു is helping the transition happen? If you're a worker who is helping the transition happen, you're doomed. But if you're at the leading edge, you're creating, you're becoming like a creator or a creative guy who's, I always say artists created the world, engineers followed. So do you want to be that artist in that side of the world? അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ്. ദർ ഇസ് നോ വേ നോബഡി ക്യാൻ ആക്ച്വലി ടെൽ ദീസ് ഡേയ്സ് കിഡ്സ് യു focus specifically on this, you will become successful. If there is one such field, I will say biotechnology. The other one is AI. AI based, AI യുടെ അധിഷ്ഠിതമായിട്ടുള്ള എന്ത് സാധനവും. ബട്ട് ജനറൽ പ്രോഗ്രാം സ്കിൽസ് വേണ്ടെന്നല്ല പറയുന്നത്, അത് വേണം. കാരണം യു നീഡ് ടു നോ ഹൗ ദാറ്റ് വർക്ക്സ്. ബട്ട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ കോളേജ്, 4th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി AI ഇൻഡ്യൂസ്ഡ് കരിക്കുലംസ്, കൂടുതലുള്ള കരിക്കുലം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കോളേജുകളായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ആക്ച്വലി ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ടെക്നോളജി വേൾഡിലേക്ക് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരെന്തായിരിക്കണം ഒരു സ്റ്റാർട്ടിങ് മുതലേ നോക്കേണ്ടത്? ഇൻ ടേംസ് ഓഫ് കരിക്കുലം ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AI ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ അടുത്ത് പേരൻസ് വന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്യേണ്ടത്. ഐ എം നോട്ട് എ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, ബട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഐ നോ വാട്ട്സ് ഗോയിങ് ടു ബി ബെറ്റർ. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷേ അതിലൂടെ ഞാൻ അധികം ആൾക്കാരെ സജസ്റ്റ് ചെയ്യാറില്ല. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ബേസ് അല്ലേ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള, പക്ഷെ AI അതിന്റെ ഒരു വൺ ഓഫ് ദ പ്രോമിനന്റ് കരിക്കുലം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് AI അധികം ഒന്നും ശരിക്കും പറഞ്ഞാൽ സബ്ജക്ട് കയറിയിട്ടൊന്നും ഇല്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് കരിക്കുലം അറിയാവുന്ന ഒരു സൈഡിൽ നിന്ന് എനിക്ക് അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളത്, ശരിക്കും കരിക്കുലവും അല്ലെങ്കിൽ അക്കാദമിക്സും ഇൻഡസ്ട്രിയും തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. കാരണം ഇൻഡസ്ട്രി എപ്പോഴും ഭയങ്കര സ്പീഡിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഫാസ്റ്റില്. ഇവിടെ കരിക്കുലം ബിൽഡ് ചെയ്യാൻ അത് ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്, അത് നമുക്ക് ആർക്കും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല. അപ്പോൾ അങ്ങനെ അതൊരു വലിയ ഗ്യാപ്പാണ്. ഒരുപാട് പേര് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടും അത്ര എഫക്റ്റീവായിട്ട് വന്നിട്ടുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭയങ്കര റൂട്ടഡ്, അതായത് ക്യാമ്പസുകളുടെ ഉള്ളിലും അതേപോലെ അതിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസും ചിന്തിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ സ്റ്റുഡൻസിന് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിലും +2 സ്റ്റുഡൻസ്, +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോകുന്നവർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്? അതിനകത്ത് നമ്മൾ അതിന്റെ ഒരു വേറൊരു പ്രൊഫൗണ്ട് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ റീസൺ ബിഹൈൻഡ്
the connection between the academics and the industry നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഡിക്റ്റേറ്റ്സ് academics. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബിഗ് ഡേറ്റ എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ പണ്ട് എഞ്ചിനീയറിംഗ്, സ്പെഷ്യലൈസ് കമ്പ്യൂട്ടർ സയൻസ് ഒന്നും ഇല്ല. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് പണിയെടുക്കാൻ ആൾക്കാരെ വേണമെന്ന് കണ്ടപ്പോഴാണ് അക്കാഡമിക്സ് കിക്കിനാവുന്നത്. എന്നിട്ട് ഈ അക്കാഡമിക് സൈഡിലെ ആൾക്കാരുടെ പ്രശ്നം എന്ന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, അത് പ്രശ്നമാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഇൻഡസ്ട്രി ആൻഡ് ദേ ഗോ ഓൺ ദിയർ ഓൺ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. സോ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സ്കൂളും കോളേജിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എൻ്റെ പേർപ്പസ് ഇൻ ലൈഫ് ഇസ് ടു റൺ എ സ്കൂൾ. അങ്ങനെ തന്നെ വരും. അതിൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിക്കുമ്പം, അൺലെസ് ആൻഡ് അണ്ടിൽ there are two ways. I mean, the school that I am visualizing, you reverse it. I mean, industry is not what dictates the academics. But നമ്മൾ ഇന്നത്തെ ഇതിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, if we can augment the industry into the academics, or the academics into the industry, it will be much more efficient. Yeah. Yes, while we need to learn the basics, so therefore the college setup is very important. Intern programs, a little more well organized internships. And that too very well aligned with the curriculum itself. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ റിയാലിറ്റി എന്തായിരിക്കും അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് നേരത്തെ അറിയായിരിക്കും. ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹയർ സംബഡി ഫ്രം എ കോളേജ്, ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞു ജോയിൻ ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് തിരിച്ചവർ വന്നു, ദേ ഡോണ്ട് ഹാവ് എനി എക്സ്പോഷർ ടു എന്റർപ്രൈസ് സിസ്റ്റംസ്. സോ എന്റർപ്രൈസ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കോളേജിലെ പ്രോജക്ട്സ് അങ്ങനെയല്ല. കോളേജിലെ പ്രോജക്ട്സ് വേണമെങ്കിൽ പറയും, ഒരു പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിക്കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ ഒരു റിക്വയർമെന്റ് സ്പെക്കിനകത്തുള്ള ഒരു തിങ്കിങ് ആണ്. അങ്ങനെയല്ല എന്റർപ്രൈസ് വർക്ക് ചെയ്യുക. അത് മൾട്ടിപ്പിൾ സിസ്റ്റംസ് കണക്ട് ചെയ്ത്, ഈവൻ ഈ സിസ്റ്റം ആ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പം ഇതൊക്കെ അസിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ്. അപ്പം the earlier the colleges can give exposure to an enterprise architectural space, I think the kids will become phenomenal, because 4 years, out of the 4 years, even if 2 years, if they actually associate, I mean, quite deeply integrated with the corporates, I think they will stand out so different. എക്സ്പോഷർ കിട്ടും. Yeah, absolutely. I mean, so വിപ്രോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ആസ് ഇൻ വേസ് പ്രോഗ്രാം, വിപ്രോ സോഫ്റ്റ്വെയർ Academy for Software Excellence or something. Like, you work with Bits Pilani at work with the MS program 4 years, and so that 4 years they're actually working in Wipro. They're in my team. Oh, okay. And so weekends they have to study for the college, but 5 days they have to work for me. Okay. Imagine, I mean, so for me, I mean, it's an easy talent. എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം 4 years കഴിഞ്ഞ് അവരിറങ്ങി, ഞാൻ കേട്ടിട്ടുള്ളത് ഇൻഡസ്ട്രീസ് എല്ലാം, മോസ്റ്റ് ഓഫ് ദ ടെക് കമ്പനീസ് ഒരു 12 to 18 months അവരെ ട്രെയിൻ ചെയ്ത് ആ എക്സ്പോഷറിലേക്ക് കൊണ്ടുവന്ന് അത്രയും എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടാണ്, വിത്ത് സാലറി ആണല്ലോ അവരെ ട്രെയിൻ ചെയ്യുന്നത്. There is a bond aspect and all that gets in, because it's a huge investment for any company to do that. That's run by an industry. We are talking about you running a company which is not an industry, which is outside the industry, which is a college. So being within college itself, which is the largest population, right? I mean, Wipro does or Infosys does is a very minor part of the whole education system. But this is more around in terms of you're pushing that, you're making the kids better for the industry. അതിൽ അവസാനത്തെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് മാത്രം നോക്കിയിരിക്കുന്നതിന് പകരം കോൺസ്റ്റന്റ് ഇന്റർവെൻഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിക്സ് വുഡ് ബി എ റിയൽ ബിഗ് ബൂസ്റ്റ്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അത് കിട്ടിയ അത്രയും എക്സ്പോഷർ കൂടുതലാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രൊജക്ട്സ് കോളേജിലൊക്കെ പ്രൊജക്ട്സ് ചെയ്തു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുപോലുള്ള പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് കരിക്കുലത്തിൻ്റെ പാർട്ടാണ്. ആക്ച്വലി കരിക്കുലം നമ്മൾ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും എഞ്ചിനീയറിംഗ് കരിക്കുലം തന്നെ ആക്ച്വലി അപ്ലൈ ചെയ്ത് പഠിക്കുക, അതായത് അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചാൽ മാത്രമാണ് അത് ശരിക്കും എഫക്റ്റീവ് ആവുക. ഇപ്പം ഈ വർഷം +2 സ്റ്റുഡൻസിന് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും പാടാന്ന് പറഞ്ഞു. കാരണം സ്റ്റുഡൻസ് അങ്ങനെ ചിന്തിക്കുന്നില്ല, തിയറി മോഡലിലാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും എഞ്ചിനീയറിംഗിലുള്ള സബ്ജക്ട്സ് എല്ലാം അപ്ലിക്കേഷൻ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊജക്ട്സ് ശരിക്കും അതിനെ പാർട്ടായിട്ടാണ് അത് ചെയ്തു വരേണ്ടത്.
പക്ഷെ പലപ്പോഴും അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ എന്നറിയില്ല. അപ്പൊ എങ്ങനെ കാണും സ്റ്റുഡൻസ് ക്യാമ്പസിനുള്ളിൽ ഫസ്റ്റ് ഇയർ മുതലേ പ്രൊജക്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്? അതിന് തൊട്ട് മുമ്പ് ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഷംസു ഞാനോട് സംസാരിക്കും, ലിറ്റ്മസോനോട് സംസാരിക്കുന്ന സമയത്ത് ഐ തിങ്ക് you wanted a teacher's orientation with the industry. So I think it should start from there. Teachers are one of the biggest element in this whole thing. അതിന്റെ അപ്പുറത്തേക്ക് അവർ ആ പ്ലസ് ടുവിൽ ഈ കരിക്കുലം തുടങ്ങുമ്പോൾ തന്നെ ആ തുടങ്ങുന്ന വർഷം ബേസിക്സ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നില്ല. അവർക്ക് ആകെ വേണ്ടിയത് ഒരു ജസ്റ്റ് ഒരു കോർപ്പറേറ്റ് എങ്ങനെ നോക്കി, വാട്ട് ഇസ് ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് ദ ഹോൾ തിങ്. The second year onwards, when they start getting into the rest of the subjects, I think there can be smaller engagements. And subsequent year, third semester modalana, I think, because we are also associating with one of the prominent engineering colleges here. So don't want to name it because I don't know where it stands. The way we think it is good for us. I mean, because the way you want to make it. If we don't believe that the kids coming out of your college is not good for us, then there's no point. So we have to make this very important to us. So what we have internally designed is third semester onwards, whichever college that we are engaging, third semester onwards, they have to get on with some sort of projects that we are doing in our environment. The biggest problem... അതൊരു ഗ്രേറ്റ് ഐഡിയ ആണ്. അത് ചെയ്യാൻ പറ്റിയാൽ അതിനുള്ള പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ സോ അതിനൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സംതിങ് ദാറ്റ് നീഡ് ടു ബി ഇവോൾവ്ഡ്, ബിക്കോസ് വി ഹാഡ് ഡിബേറ്റ്സ് ഓൺ ദിസ്. സോ വി മൈറ്റ് ഹാവ് ക്ലയന്റ് സ്പെസിഫിക് പ്രോജക്ട്സ് ആൻഡ് വി മൈറ്റ് ഹാവ് ഇന്റേണൽ പ്രോജക്ട്സ്. Both are problematic for us because in external this thing, I mean, we are bound by the contracts in terms of we cannot engage people from outside. Second, when they come in, for them to able to understand how to do it and stuff like that, it is probably more than the internship period. So other challenge ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. The other projects internal projects for some companies it's fine. I mean, like say for example, I want to do an HRMS system for internal, which is probably a little bigger than a project which a college can conceive. But I don't think that is what I mean. That's for a third semester, fourth semester, and all is probably fine. But product companies, like, I mean, we have a product side of the world, and so that's a heavily guarded, IP protected space. So kids' maturity in terms of holding the the IP aspect of it, which is a little complicated. So we have to either give our infrastructure to them and all that, which could eventually get into mismanagement and all that stuff. So we're looking at that option. So I won't be exactly able to tell you what they have to do on the semester 1 and semester 2, but there has to be an interaction between the industry and the academics for sure. And I think it should be developed from the point of the curriculum design itself. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ അവരെ ബേസിക് ടെക്നോളജി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ഡൊമൈനാണെന്നുണ്ടെങ്കിൽ ആ ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്നു, എടുക്കുന്നു. അതിനെ ഹെൽപ്പ് ചോദിച്ചിരുന്നു, ടീം ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ എന്താണോ ട്രെയിനിങ്ങിന് കൊടുക്കുന്ന അതേ മെറ്റീരിയലാണ് നമ്മൾ ഇവർക്കും കൊടുക്കുന്നത്. And your kids also were good kids in the last batch. അപ്പോൾ അവരെ നമ്മൾ സെയിം ട്രെയിനിങ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ അടുത്ത് തന്നെ പ്രോബ്ലംസ് ഐഡന്റിഫൈ, അവർക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, എന്നിട്ട് അവര് തന്നെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക. അതായത് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം ആ ലെവലിൽ തിങ്ക് ചെയ്യണം. നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം, പക്ഷെ അതിൽ ഒരാൾ എമൗണ്ട് ചെയ്താലാണ്, ശരിക്കും എമൗണ്ട് കൊടുത്താലാണ് അതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആവത്തുള്ളൂ. കാരണം അതിന് പേ ചെയ്യണത്. അപ്പൊ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് അങ്ങനെ അവരെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പ്രൊഡക്റ്റ് വെച്ച് റവന്യൂ ഗ്രോ ആകുമെന്നുള്ളതല്ല, ബട്ട് ആ തിങ്കിങ് സെൻസ് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലെ സ്റ്റുഡൻസ് അത്രയും ചെയ്യുമെന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകുന്ന അത്രയും. അല്ല, ഇപ്പോഴത്തെ കിഡ്സ് ആക്ച്വലി ഗുഡ്, നല്ല മിടുക്കും പിള്ളേരാണ്. ഇത് ജസ്റ്റ് അവരെ ചാനലൈസ് ചെയ്യണം. ചാനലൈസ് ചെയ്യുന്ന ആ ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എവിടെ പഠിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒരു ആദ്യം കുറച്ച് ലേൺ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് സ്വന്തം സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഫസ്റ്റ് ഇയറിൽ ട്രൈ ചെയ്യുക എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുമോ? അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ ഗുഡ് തിങ് അബൌട്ട് ദാറ്റ് ഇസ്
അവരുടെ മൈൻഡ് സെറ്റ് ഇസ് അലൈൻ ടുവേർഡ്സ് ആൻ ഓൺടർപ്രണോറിയൽ സൈഡ് ഓഫ് ദ വേൾഡ്. അപ്പം അവർ ദെൻ ദേ ഹാവ് ടു ബി സോഷ്യോ പൊളിറ്റിക്കലി എക്കണോമിക്കലി ഓൾ കവേർഡ്. It's not, I mean, by doing what you're doing, basically, in my view, what you end up creating is an entrepreneurial or a different set of people, which I think is very, I mean, I believe in that. പക്ഷെ അത് മാത്രമല്ല, ഞാൻ അതിൽ ചിന്തിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഓൺട്രപ്രണർ ആയില്ലെങ്കിൽ പോലും ഇപ്പം എല്ലാ കമ്പനികളും എല്ലാ ഇൻഡസ്ട്രിയും റൺ ആവുന്നത് ആക്ച്വലി ബിസിനസ് ആയിട്ടിലാണല്ലോ. ഇപ്പോൾ ഒരു ഡെവലപ്പർ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബിസിനസ് തിങ്കിങ് കൂടി ഉണ്ടെങ്കിൽ ആ ഡെവലപ്പർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഉള്ളൊരു തോട്ട്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയാറുള്ള സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നിങ്ങൾ ബിസിനസ് അല്ല ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്ക് കുറേ എക്സ്പോഷർ ഇത് ബിൽഡ് ചെയ്യുന്നതിലൂടെ കിട്ടും. ശരിക്കും അങ്ങനെ ഉള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? ഇൻഡസ്ട്രി എങ്ങനെയാണ് അവരെ കാണുന്നത്? ഉണ്ട്, അത് എല്ലാ ഇൻഡസ്ട്രിയും എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് so that mindset differentiates you എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂ തന്നെ വരും. So that is it's a big plus. And product companies hire ചെയ്യുകയാണെങ്കിൽ they would love to have those kind of people, because the product, when you conceive it, it is at stage 1 level ആണെങ്കിൽ, and they want people to take it to the next level and the next level. So you need to be a little creative, dreamy, so you should be able to ask good questions. ഇതിന്റെ പരിമിതികളും ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് ചിന്തിക്കുന്നത് അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിലൂടെ പോയ ഒരാൾക്കേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നാച്ചുറലി ഗിഫ്റ്റഡ് ആയിരിക്കണം അയാൾ. അപ്പോൾ സോ ഐ ഫൈൻഡ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ നമുക്ക് അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറും കൂടെയാണ്. ടെക്നോപ്രണർ പ്രോഗ്രാം എന്നൊരു സാധനമുണ്ട്. അപ്പം ഓൺട്രപ്രണർ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ടെക്നോപ്രണർ ഇസ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഫോർ എസ്, ബിക്കോസ് ഒരു ടെക്നോളജി വെച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ സാധനം മാർക്കറ്റിൽ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും 3-ാമത്തെ മാസം അല്ലെങ്കിൽ 3-ാമത്തെ വർഷം ഇത് might not click also. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു കവർ ലിറ്റ്മസ് പേപ്പർ കൊടുക്കും, പ്ലസ് നിങ്ങൾ ആ ടെക്നോളജി കവർ കൊടുക്കുക, സോ ദാറ്റ് യു വിൽ നെവർ ഫോൾ ഡൗൺ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സംടൈംസ് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് ടൈംസ് ഇറ്റ് ഈസ് നോട്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര വലിയ ഗംഭീര റിസൾട്ട് അല്ല, ബിക്കോസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. എല്ലാവരും ഓൺട്രപ്രണർ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ലോകമാണല്ലോ. അതായിരിക്കും അതിൻ്റെ ഒരു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ ആ ഒരു തിങ്കിങ്, പ്രോഡക്റ്റ് തിങ്കിങ്, അതൊക്കെ ഭയങ്കര ഹൈ. അതിനെ ചാനലൈസ് ചെയ്യാനും അതിനെ ആക്സിലറേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ ഷംസിന്റെ കരിക്കുലം വളരെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. സ്റ്റുഡൻസിന് എക്സ്പോഷർ കിട്ടുമല്ലോ. അത് ഇഷ്ടംപോലെ നേരത്തെ പറഞ്ഞ പോലെ 4 years എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ടൈം ഉണ്ട് അവർക്ക് തിങ്ക് ചെയ്യാനും. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സമയം. ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ശരിക്കും പല കാര്യങ്ങളിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ, എനർജി പല സ്ഥലത്തേക്കും ഡൈവേർട്ട് ചെയ്തു പോകാൻ ഒരു ചാൻസ് ഉള്ള ഒരു ഏജ് ആണല്ലോ, ഒരു സ്റ്റേജ്. അപ്പോ ശരിക്കും നമുക്ക് അവർക്ക് ഇങ്ങനൊരു സാധനം കൊടുക്കുമ്പോൾ, അതും നമ്മളവിടെ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒരു 1 lakh പ്രൈസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഭയങ്കര രസമാണ് ഇവർ കോമ്പീറ്റ് ചെയ്യുന്ന ഏരിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പിരിറ്റ് അവരിലേക്ക് കേറുന്നത് ഒരു നല്ല ഗുഡ് തിങ് ഈസ് നെക്സ്റ്റ് ടൈം ദേ വിൽ ഫൈൻഡ് ബെറ്റർ പ്രോജക്ട്സ്. അതെ അതെ, ആ ഒരു എനർജി കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞത് നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എൻ്റെയൊക്കെ കോളേജ് ലൈഫിൽ 100% വേണുവിൻ്റെ ആണെങ്കിലും കോളേജ് ലൈഫിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അന്നത്തെ കാലത്തിൽ, അന്നൊരു യങ് ഏജിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങി, പക്ഷെ എങ്കിൽ പോലും ആ ഏജിലൊന്നും എൻ്റെ ഒക്കെ ഒരു ഏറ്റവും വലിയ ചലഞ്ച് തന്നെ അതായിരുന്നു. പക്ഷെ ഇന്ന് സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട്, എക്കോ സിസ്റ്റം സപ്പോർട്ടിങ് ഉണ്ട്. ഒരു 17 yearsലോ 18 yearsലോ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറയുന്നത് ഒട്ടും ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്നും ഞാൻ വായിച്ചു ഒരു കാലൈ എന്നുകൊണ്ട് പറഞ്ഞൊരു കമ്പനി, ഒരു പയ്യൻ 17 years സ്റ്റാർട്ട് ചെയ്തിട്ട് മില്യണറാണ്. എന്നുവെച്ചാൽ എനിക്കൊരു 1 million ഒക്കെ പെർ മന്ത് ആണ് റവന്യൂ ഉണ്ട്. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കണം സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തായിരിക്കും വേണ്ടി ഈ മൊത്തം കാര്യങ്ങളിലോടുള്ള ഒരു പെർസ്പെക്റ്റീവ്? ഈ ഓപ്പർച്യൂണിറ്റി വേറെ 1-2 കാര്യങ്ങളോട് സംസാരിച്ചാലും ചിലപ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വേഴ്സസ് ആ കാലത്തിലെ ഓപ്പർച്യൂണിറ്റി, ഈ കാലത്തിലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഷംസുവിനോട് തിരിച്ചു പോയി, ഷംസുവിന് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടാണ് അങ്ങനെ 17ാമത്തെ വയസ്സിൽ പണി തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, എടുത്ത് ചാടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ നന്നാവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന് നോക്കുന്നതോ അതൊരു ഡിഫെൻസീവ് മെക്കാനിസം. ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു ബുക്ക് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഏത് ഞാൻ പുസ്തകം വായിക്കാത്ത, ഞാൻ ജീവിതത്തിൽ പുസ്തകം വായിച്ചിട്ടില്ല, മറ്റേ അങ്ങനെയൊക്കെ വായിച്ചിട്ട് ഞാൻ അറിയുന്നത് ആ ഒരു ബുക്ക് തന്നെ. ഞാൻ ഈ ബിസിനസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പഠിക്കുന്ന ആൾക്കാരും ചെയ്തിട്ടില്ല. അപ്പോൾ ആ പുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മളൊരു എക്സിസ്റ്റിംഗ് മാർക്കറ്റിനകത്ത് തന്നെ പുതിയൊരു മാർക്കറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ആ പുസ്തകം പറയുന്നത്. അതിന്റെ മൾട്ടിപ്പിൾ വേർഷൻ അറിയുന്നുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റി അല്ല പ്രശ്നം. ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി ക്രിയേറ്റഡ് എനി പ്ലേസ്. അത് സ്കൂളിലായാലും ഫിലിമിലായാലും IT-യിലായാലും. അപ്പം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത് അവർക്ക് ഗുണമാവുകയാണെങ്കിൽ, ഞാനൊരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പ്രോജക്ട് മാനേജറായി, അങ്ങനെ പ്രോഗ്രാം മാനേജറായി, അങ്ങനെ ജീവിതം ഇങ്ങനെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതുപോലൊരു ഉൾവിളി വന്നു, പണിയെടുക്കാൻ വയ്യ എന്നുള്ളതാണ് എനിക്ക് ഒരു ഓൺട്രപ്രണറിന്റെ ഏറ്റവും ആദ്യത്തെ സിംറ്റം എന്ന് എനിക്ക് തോന്നുന്നു, ലക്ഷണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും പണി ചെയ്യണമല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി ഈ IT ചെയ്തിട്ട് കഥയില്ല, കാരണം ഇത് പണിയെടുക്കണം, പെട്ടെന്ന് റിട്ടയർ ആവും. IT എന്തായാലും വേണ്ട, മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്തൊരു ഫീൽഡാണല്ലോ എന്ന് ഓർത്ത് ഞാൻ റിസോർട്ടും ഇങ്ങനെയുള്ള ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസോർട്ട് ചെയ്യാനൊക്കെ വന്നു. അവസാനം ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് വാച്ചുകാരത്തിന് അന്നത്തെ കാലത്ത് അതെല്ലാം തിരിച്ചു പിടിച്ച് കാടാന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ തീർന്നു കിട്ടി. അങ്ങനെയാണ് നാച്ചുറലി IT-യിൽ വന്ന് കയറുന്നത്. അപ്പം പാഷനേറ്റ് ആയിട്ടല്ല ഞാൻ ഇത് ചെയ്തത്, പക്ഷെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പണിയായതുകൊണ്ട്, ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ വെൻ വി ഡു സംതിങ് വി വോണ്ട് ടു ഡു ഇറ്റ് റിയലി വെരി വെൽ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പം ഷംസു നേരത്തെ ചോദിച്ച ചോദ്യം, ഇന്നത്തെ സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനൊരു എക്കോസിസ്റ്റമേ ഇല്ലല്ലോ. ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു എക്കോസിസ്റ്റം എന്ന് പറയുന്ന വാക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആ ഒരു എക്കോസിസ്റ്റം ഇന്ന് അവൈലബിൾ ആണ് സ്റ്റുഡൻസിന്. ഇന്ന് അവർക്ക് ചെയ്യാവുന്ന മാഗ്നിറ്റ്യൂഡ് നമുക്ക് പണ്ട് വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഒത്തിരി മുകളിലാണ്. അതുപോലെ തന്നെ their ability to fail is they can fail more. നമുക്ക് ഫെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇനി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഇനി ഒന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് they can fail more എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അന്ന് എനിക്ക് ഇന്നത്തെ കുറെ കാര്യങ്ങൾ അന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ വെച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ IT-യിലേക്ക് ചെന്ന് കയറിയപ്പോൾ ആദ്യമേ ഒരു ഇന്റർവ്യൂവിന് പോയി. എൻ്റെ ഒരു ഇന്റർവ്യൂ സിറ്റുവേഷൻ, എൻ്റെ കഷ്ടപ്പാടായിരുന്നു തുടക്കമൊക്കെ. എങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടി, ആ ജോലി ഞാൻ കളഞ്ഞു. ആരുടെയോ കല്യാണത്തിന് പോയത്, പിന്നെ തിരിച്ചു പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് കുറേ നാൾ തന്നെ കിടന്നിട്ട് അവസാനം ഒക്കെ ഏകദേശമൊക്കെ കിട്ടി. പിന്നെ ഒരു മര്യാദയ്ക്കുള്ള ജോലിക്ക് ഇന്റർവ്യൂ ചെയ്യുന്നപ്പം അവരെനിക്ക് 2 വലിയ അൽഗോരിതം എടുത്ത് തന്നു. അവരെ AS400 എന്ന് പറഞ്ഞ പഴയൊരു സിസ്റ്റം മൈഗ്രേറ്റ് ചെയ്ത് ജാവയിലോട്ട് മാറുക. അപ്പം AS400 ടു Java 400 സംതിങ് ലൈക്ക് ദാറ്റ്. സോ അവർ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ നോക്കിയത്. അപ്പോൾ എനിക്ക് അന്ന് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ പണി കിട്ടത്തില്ല. അപ്പോൾ സമാധാനമായി, എനിക്ക് ഇനി അധികം സമയങ്ങളുണ്ടല്ലോ. ഞാൻ അയാൾ തന്നെ റൂമിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, 1 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾ 2 അൽഗോരിതം ഉണ്ട്, 2 പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ അൽഗോരിതം എഴുതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂവിൽ കയറാമെന്ന്. കക്ഷി പോയി. ഞാൻ ഒറ്റയ്ക്ക് മുറിയിലിരുന്നു. ആദ്യമായിട്ടൊരു കോൺഫറൻസ് റൂം, മര്യാദയ്ക്കുള്ളൊരു കോൺഫറൻസ് റൂമൊക്കെ ഇരുന്നു, വിയർത്ത്. ആദ്യം വായിച്ചൊരു ഒന്നും മനസ്സിലായില്ല എനിക്ക്. ഞാൻ ഈ സാധാരണ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡീസൻ്റ് ആയിട്ട് വർത്താൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല അത് വായിച്ച സമയത്ത്. അപ്പോൾ പിന്നെ എന്തായാലും പോയല്ലോ, പിന്നെ എന്തായാലും ഇത് വായിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല എനിക്കവിടെ. അപ്പോൾ ഇരുന്ന് 2 പ്രാവശ്യം വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു. അപ്പം എനിക്ക് തോന്നി എന്തൊക്കെയൊക്കെയോ മനസ്സിലായി തുടങ്ങിയ പോലെ തോന്നി. പിന്നെ ഒരു 4-5 പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ എഴുതി ആ ജോലി എനിക്ക് കിട്ടി. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വർഷങ്ങളെടുത്തു എനിക്കൊരു ഓൺട്രപ്രണർ ആവാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനോ. പക്ഷെ ഈ ഒരു ഇന്നത്തെ പിള്ളേർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇവരുടെ എബിലിറ്റി. അന്ന് ഇതുപോലെ ഓരോ പുതിയ ടെക്നോളജിക്ക് വരുമ്പം ഞാൻ കാർ ഓടിച്ച് വേറെ കമ്പനിയിൽ, ബാംഗ്ലൂരിലായിരുന്നു, അത് വേറെ കമ്പനിയിൽ പോയി അവിടുന്ന് ഒരാളെ കണ്ടുപിടിച്ച് അയാളോട്ട് ചായ കുടിച്ച് എന്ത് മെനക്കെടായിരുന്നു അറിയാം ഒരു പുതിയൊരു സാധനം നമുക്കൊരു നോളജ് ട്രാൻസ്ഫർ എടുക്കണമെങ്കിൽ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതിപ്പോൾ എല്ലാം ഉണ്ട്. ഇനി പോരാത്തിന് GPT ഉണ്ട്, അത് എളുപ്പമായി. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡ്രീംസിനെ ഭയങ്കരമായിട്ട് വലുതാക്കാൻ പറ്റും അവർക്ക്. അത് കോളേജിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ദേ ബ്ലെസ്ഡ്. ഐ മീൻ ആ കപ്പാസിറ്റി കോളേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇയർ മുതൽ അങ്ങനെ ഒരു എക്സ്പോഷറും അങ്ങനത്തെ പേപ്പേഴ്സ് വരെ എഴുതി അത് ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കമ്പനികളിൽ അതിന് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക.
ബേസിക്കലി സം സോർട്ട് ഓഫ് എൻ എക്സ്പോഷർ. അതിൽ ഈ കുട്ടികൾ കോൺസ്റ്റന്റ് ആയിട്ട് ദേ ഹാവ് ടു ബി ദെയർ ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയൊക്കെ ഓപ്പൺ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഐ തിങ്ക് എവറി കമ്പനി വുഡ് വാണ്ട് ടു, ബിക്കോസ് അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കോളേജ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പകുതി പണി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് എക്സ്പീരിയൻസ് കിട്ടും, ഞങ്ങൾക്ക് കോസ്റ്റ് ബെനിഫിറ്റും കിട്ടും. ഇത് പറയത്തില്ല നടത്തില്ല, പക്ഷേ ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ട്രൂത്ത്. അപ്പം ആ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ എംപ്ലോയ് ചെയ്യാനുള്ള, കിഡ്സിനെ എംപ്ലോയ് ചെയ്യാനുള്ള ലീഗലി വി ആർ 18 ഇയേഴ്സും കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അവരുടെ കോളേജ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ if the college can actually integrate with this, these kids are actually going to have an amazing time. അതൊരു വളരെ വളരെ ഈ സാധനം അന്നില്ല. അന്ന് IT എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷണൽ സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റം ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ കാസിനോയിൽ പോയാൽ അതിൻ്റെ സിസ്റ്റം, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പഴയ വേൾഡ് ഓഫ് തിങ്കിങ് ആണ്. അത് മാറും. അപ്പൊ ഈ കുട്ടികൾ വരുമ്പം അങ്ങനത്തെ സിസ്റ്റംസ് ചെയ്യേണ്ടി വരത്തില്ല. ഇന്റർനെറ്റ് തന്നെ മാറും. ഇന്റർനെറ്റ് ഇന്റലിജന്റ് ആവും, സിസ്റ്റംസ് ഇന്റലിജന്റ് ആവും, ലാപ്ടോപ്പ് ഇന്റലിജന്റ് ആവും, മൊബൈൽ ഇന്റലിജന്റ് ആവും. ഇതൊക്കെ ഇന്റലിജന്റ് ആവുന്ന കാലത്ത് ഇവർ കോഡ് എഴുതുക അല്ല സത്യം പറഞ്ഞാൽ. ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, നേരത്തെ ഷംസ് പറഞ്ഞ പോലെ, ഷംസ് കോളേജിലെ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നു പറഞ്ഞില്ലേ, മറ്റേ ഒരു ഇതിന്റെ ഒരു എക്കണോമിക് വയബിലിറ്റി കൂടെ കാണിക്കണം നിങ്ങൾ ചിന്തിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ബിക്കംസ് വെരി ഡിഫറെന്റ്. ആ എബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് എബിലിറ്റിയാണ്. കാര്യം AI എന്ത് പറഞ്ഞു കൊടുത്താലാണ് എനിക്കിത് ചെയ്യാന്നുള്ളത് വേറെ സാധനമുണ്ട്. അപ്പൊ ആ ഒരു സ്പേസിലോട്ട് വന്നിട്ട് ഈ AI മോഡൽസിനെ ഞാൻ എങ്ങനെ മോഡൽ ചെയ്യണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു കോളേജിൽ നിന്ന് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന ജോലി തന്നെ മാറിയെന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള സോ യു ആർ പ്രിപ്പയറിംഗ് ദ സ്റ്റുഡൻസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ദം. അങ്ങനെ ചിന്തിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ദേ ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ ഇക്കോസിസ്റ്റം എക്സ്ട്രീംലി ഫാസ്റ്റർ. അറ്റ് ദ സെയിം ടൈം എനിക്ക് ബേസിക്സ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈ സാലറി പ്ലേസ്മെന്റ് കിട്ടാനോ. അതെ, ബേസിക്കലി അവരൊരു ഒരു നല്ല എന്താ പറയാ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായി മാറും അല്ലേ, നല്ല എക്സ്പോഷർ. ഇഫ് ദാറ്റ്സ് വാട്ട് ദേ ലൈക്ക്. ഇപ്പോഴത്തെ പിള്ളേർ, ഞാൻ കുറെ പിള്ളേരെ കാണുന്നത് അവിടെ, ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്തിനാ പോയതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. മാനേജ്മെന്റ് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് ബേസിക്സ് അറിയാൻ പാടില്ല, പക്ഷെ MBA കഴിഞ്ഞ് വന്ന ആൾക്കാർ. അപ്പം ഇറ്റ്സ് നോട്ട് ദ കോളേജ് ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഇസ് നോട്ട് ദ കൺട്രി വെർ യു സ്റ്റഡി, it is how you study and what your curriculum is your curriculum related to the industry. അത് വേറെ വഴിക്ക് ഇത് വേറെ വഴിക്കും പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് തെങ്ങ് കയറാൻ പോകുന്നത് മാത്രമേ നടക്കത്തുള്ളൂ രണ്ട് വഴിക്കാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ പ്രൊജക്ട്സ് കോളേജിൽ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമ്പസിൽ വെച്ച് തന്നെ ഇപ്പം ഈ ഇന്റേൺഷിപ്പുകൾക്ക് പരമാവധി അവർ തന്നെ ട്രൈ ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. ഇപ്പം ലിറ്റ്മസ് 7 ഓപ്പൺ ആവുമെന്ന് പറഞ്ഞാൽ കുറേ കമ്പനികൾ ഓപ്പൺ ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള എക്സ്പോഷറുകളൊക്കെ ഉപയോഗിച്ച് ഈ 4 years ഭയങ്കര എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെയായിരിക്കും ലിറ്റ്മസ് പോലുള്ള കമ്പനികൾക്ക് ഹെൽപ്ഫുൾ ആവും? അതെ, ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പറഞ്ഞ ഇടയിൽ തമാശക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് വിട്ടുപോയ ഒരു സാധനമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഐ വാസ് തിങ്കിങ് വൈ ഇസ് ദാറ്റ്, ഞാൻ അത് എൻ്റെ കോൺവെർസേഷനിൽ കൊണ്ടുവന്നില്ലായിരുന്നു. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വാസ് ടെക്നോളജിയുടെ സൈഡിൽ വരുമ്പം ഇന്ത്യ ഈസ് ഓൾ അബൌട്ട് സർവീസസ്. അപ്പം someone has thought about something, ആരോ ചിന്തിച്ച് വിഭാവനം ചെയ്ത കുറെ ആ ഒരു സ്പേസിനെ പ്രോഗ്രാം ലാംഗ്വേജ് എഴുതി സിസ്റ്റംസ് ഉണ്ടാക്കുന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരുമാതിരി ചീപ്പ് പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെജോറിറ്റി ഓഫ് നമ്മുടെ വർക്ക് ഇത്രയും കാലം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിയാലും അല്ലെങ്കിൽ ദ വേ വി ആർ ഡൂയിങ് സർട്ടൻ തിങ്സ് ചേഞ്ചിങ് ഡ്രമാറ്റിക്കലി. അപ്പം ഈ റിസർച്ച് എന്ന് പറയുന്നത്, റിസർച്ച് ഓറിയന്റേഷൻ ഇല്ലായ്മ ഒരു ഭയങ്കര വലിയ നെഗറ്റീവാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവർ ആ ഒരു സാധനം മാത്രം നോക്കിയിട്ടല്ല, റിസർച്ചിന് ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പം ആ റിസർച്ച് മെത്തഡോളജി മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റിന് അറിയാം, എക്സ്പോഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ when he gets a problem, there is a way in which he tackles that problem. അതൊരു ഹ്യൂജ് ബോണസ് ആയിരിക്കും. അവിടെ ഷംസിന്റെ അവിടെ റിസർച്ച് ഓറിയന്റഡ് ഒരു പ്രൊജക്ട്സിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. തിങ്കിങ് ചെയ്യാനുള്ള
ഓരോ മോഡൽസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും അവര്. Correct. I mean, research is a huge part of it. I mean, നമ്മളിപ്പോൾ ചെയ്യുന്ന AI projects ഒക്കെ, I think, even though it does not come in the public limelight, it's one of the top notch. I think we have invented something huge. അപ്പോൾ അവിടെ തന്നെ ആ സ്പേസിൽ what we are hiring for people who's more research oriented. മെന്റാലിറ്റി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ ചെയ്ത സാധനം പിക്കാസോ വരച്ച പടം എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നോക്കി വരയ്ക്കാൻ പാടുന്നില്ല, അതിന് എനിക്ക് അധികം റിസർച്ചിന്റെ ആവശ്യമില്ല. പക്ഷെ വി ആർ ക്രിയേറ്റിംഗ് തിങ്സ് ഫോർ ദ ഫ്യൂച്ചർ ആണ്. അതിന് നമുക്ക് റെഫർ ചെയ്യാൻ ബെഞ്ച് മാർക്സ് ഇല്ല. വി ഡോണ്ട് നോ what to look forward to actually create something. അപ്പം ഈ ഫ്യൂച്ചർ ഇപ്പൊ ഈ കിഡ്സ് എല്ലാം വരുമ്പോൾ അവർക്ക് 5 വർഷം കഴിഞ്ഞ് വരുന്ന they have to be very lucrative, they have to be very not lucrative, they have to be very creative in terms of ആ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തിന്റെ പൈസ? അപ്പൊ അതിന്റെ ഹൈപ്പോസിസ് വേണം, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് നടത്തണം. ആ റിസർച്ച് ഡേറ്റ ബാക്കിംഗ് ആയിരിക്കണം. അതിന് റിസർച്ച് നടത്താനുള്ള നിങ്ങൾക്ക് ഇപ്പം ആസ് ട്രിവിയൽ ആസ് ദ സർവീസ് ടു അഗ്രിഗേറ്റിംഗ് ദോസ് സർവീസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച് ഇതെല്ലാം അവർക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ they become amazing souls. Good that you asked that question. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അല്ല, കുറച്ചും കൂടി അവർക്ക് ഡീപ്പായിട്ട് പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞത്. പക്ഷെ വേണുവിൻ്റെ പെർസ്പെക്റ്റീവില് എന്തൊക്കെയായിരിക്കണം അവർ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ചെയ്യണം? ഇല്ല, അത് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റിൽ വരുമ്പോൾ ആ പ്രോജക്റ്റിനകത്ത് ഇരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് അവരുടെ ചിലപ്പോൾ ആസ് ട്രിവിയൽ ലൈക്ക് ട്രെയിനിങ് ഡേറ്റ സെറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ AI ഒരു മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ, ആ ഡേറ്റയിൽ തന്നെ ഇഷ്ടംപോലെ തോട്ട് പോകണം. ഇതൊരു നമ്മളിപ്പം ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ കട്ടയും കല്ലും ഇത്ര മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പൊട്ടിയിടുക എന്ന് പറയുന്ന പരിപാടിയല്ല. ദിസ് ഹാസ് ടു ബി, യു ഹാവ് ടു തിങ്ക് അലോട്ട്. ഈ ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഇന്ററാക്ടിങ് വിത്ത് അനദർ സെറ്റ് ഓഫ് ഡേറ്റ, ഹൗ ഇസ് ദാറ്റ് ഗോയിങ് ടു ബി ആൻഡ് ഹൗ ഡു ഐ യൂസ് ഇറ്റ്? Is it really going to work? So the brain has to be applied, and ആ ബ്രെയിൻ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നതാണ് ഈ റിസർച്ച് ആസ്പെക്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? അത് പറയാൻ പറ്റണം. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇൻ മൈ റിസർച്ച് ഐ ഫൗണ്ട് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അപ്പം ഐ ഫൗണ്ട് എന്ന് പറയുമ്പം ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് അതിന് കുറെ ഹൈപ്പോസിസ് ഡിഫൈൻ ചെയ്യും. ഇങ്ങനെയായിരിക്കും ഈ റിസർച്ചിന്റെ ഹൈപ്പോസിസ് ആർ ദീസ്. ഇതിന്റെ പ്രൊമൈസിലാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതിന് ടാക്കിൾ ചെയ്യാനായിട്ട് ഞാൻ പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച്, ഈ കൈൻഡ് ഓഫ് സർവീസ് ഐ എം ഗോയിങ് ടു ഡു. ആ സർവേയുടെ റിസൾട്ട്സ് ഞാൻ ഇന്ന ഫോമിൽ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ആ വ്യൂ ഈസ് സെല്ലബിൾ ആണെന്നുള്ള അടുത്ത ലെവൽ റിസർച്ച് നടത്തും. അത് നടത്തി കഴിഞ്ഞാൽ പറയുകയാണ് ഓക്കെ ദിസ് ഇസ് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് ദിസ്. അതിനകത്ത് ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ഭയങ്കര പാട്ടുണ്ട്. അപ്പം ബിഹേവിയറൽ സയൻസ്, സൈക്കോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ആ റിസർച്ച് ഓടുന്നത് തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു 6 മാസത്തിന് പഠിക്കേണ്ട സബ്ജക്റ്റ് ആയിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഇത് പാർട്ട് ഓഫ് അതെ ആ ഒരു ഇൻഡസ്ട്രി ഓറിയന്റേഷനിൽ വന്നപ്പോൾ നമ്മുടെ ഇവിടെ വരുമ്പം ലാസ്റ്റ് ഇയർ ഐ തിങ്ക് we were giving internship to somebody in the US and she was doing a research in terms of ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റിനകത്ത് നമ്മളെങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ച് പ്രോട്ടീൻ ഫോൾഡിങ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. And she was doing an amazing research. So that's why I said biotech is really going to big. It's going to boom. Not in the spaces that we are seeing it right now. It has not become എന്താ പറയുക അങ്ങനെ ഒരു ഭയങ്കര ഒരു ബൂം സെക്ടറായി മാറിയിട്ടില്ല ഇതുവരെ. പക്ഷെ ആവും അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5-8 വർഷത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ബി. പക്ഷെ ഈവൻ ദാറ്റ് വുഡ് നീഡ് AI for sure. So AI is a very core space in my view. So ഇന്ന് വളരെ സ്പീഡായിട്ടും ഫാസ്റ്റായിട്ടും ഗ്രോ ചെയ്യുന്ന ഒരു വേൾഡാണല്ലോ ഇപ്പോൾ AI കൊണ്ടും അല്ലെങ്കിൽ ന്യൂറൽ ഇൻ്റലിജൻസ്, വേണുവിൻ്റെ ഭാഷയിൽ പുതിയ ലിറ്റ്മസിൻ്റെ കോഡിങ്സിലൊക്കെ കാണാം. അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ്, അങ്ങനെ പലതും. അപ്പോൾ ഇത്രയും വേൾഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇൻഫർമേഷൻസ് ഭയങ്കര കൂടുതലുമാണ്. അപ്പം സ്റ്റുഡൻസ് എന്തായാലും കൺഫ്യൂസ്ഡ് ആവും അങ്ങനെയുള്ളൊരു വേൾഡ്. അപ്പം എത്രത്തോളം സ്റ്റുഡൻസിന് ഇപ്പം മെൻറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മെൻറ്റർഷിപ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. മെൻറ്റർഷിപ്പ് ഇസ് വെരി വെരി എസെൻഷ്യൽ. Even though I don't like the word mentor per se too much, because then you are becoming dependent on someone. But mentorship is very important. Like say, if I have to learn AI, I was never an AI guy. So when I had to learn AI, I mean, I had my own team, doctors, PhD guys.
So I have to go to the head, and then I have to make him sit and make me understand, and then I have to go to YouTube and then learn about it, and then come back and ask questions. So if you don't have the right kind of person to guide you, then you're doomed. So industry experts mentorship is very, very from that perspective, that mentorship is very important. That's how I would say it. I mean, unless you think it is not, but I mean, in my view, it's very essential. I think maybe The your mentors- company, it's your sorry, not company, your college itself has got a name, mentor. Mentor. Maybe because of that reason. So റീസൺ ആക്ച്വലി അതാണ്. ഞാൻ അങ്ങനെ ഒരു നെയിം പലത് ഒരു കോമൺ നെയിം വേണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു. കാരണം ശരിക്കും ഇനി മെൻറ്റേഴ്സാണ് ആവശ്യം. അപ്പം ഫാക്കൽറ്റി അല്ല. കാരണം കോളേജിൽ പണ്ട് കാലത്ത് ഞാൻ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ട് ഫാക്കൽറ്റി അല്ലെങ്കിൽ ലെക്ചേഴ്സിനെയൊക്കെ കൂടുതൽ സ്റ്റുഡൻസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഒരു ഗുരുകുല സമ്പ്രദായം അതൊക്കെ ഉണ്ടായിരുന്നത് അന്നത്തെ ടീച്ചേഴ്സിന് ഒത്തിരി നോളജ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ കുറേ കാലം ഇരുന്ന് വായിച്ച് പഠിച്ചിരുന്ന അതിൽ നിന്നാണ് അവർക്ക് ഇൻഫർമേഷൻസ് ഉള്ളത്. ആ നോളജാണ് ഇവർ പാസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ശരിക്കും ഒന്ന് ടീച്ചേഴ്സിന് അത്രയും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആക്ച്വലി ഒരു ഗൂഗിളിലോ ChatGPT-യിലോ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആർക്കാണെങ്കിലും പറയാൻ പറ്റത്തില്ല. എത്ര വലിയ ടീച്ചറാണെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു മെൻറ്ററിങ് ആണ് കുറച്ചുകൂടി റെലവൻ്റ് ആണ് എന്നുള്ള. കാരണം എന്ത് പഠിക്കണം ആ രീതിയിൽ ഫാക്കൽറ്റീസും ചിന്തിച്ചാൽ ഒരു മെൻറ്ററിങ് പെർസ്പെക്റ്റീവിൽ ഒരു സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളുടെ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ A to Z അറിയണമെന്നുള്ളതാണ്. A to Z ആ സ്റ്റുഡൻറ്റിനെ പറ്റി അവരറിഞ്ഞിരിക്കണം. മോർ ദാൻ ഒരു ഭയങ്കര ക്ലോസ് ഒരു റിലേഷൻ എങ്കിലാണ് അവർക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മെന്റർ എന്നുള്ള ഒരു സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് അങ്ങനെ മെന്റർ എന്നുള്ള നെയിം ഇട്ടത്. അതൊരു ആപ്റ്റ് നെയിം. ആ മെന്റർഷിപ്പിന് 2-3 ഡയറക്ഷൻ ഉള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്സിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് എന്ത് മാത്രമാണ്. അത് ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഐ മീൻ മെന്റർഷിപ്പ് ഒന്ന് ഗൈഡിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും, രണ്ട് ഗൈഡിങ് ടേക്കൺ അതിനെ നമ്മൾ വളരെ ഗ്രാനുലർ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, അങ്ങനെയും വരാം. AI എങ്ങനെ പോകും, ഫിലോസഫിക്കൽ ആവാം, കുറച്ച് ഹയർ ഓർഡർ ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി ആസ് ലോ ആസ് ഐ മീൻ ഹൗ ഡു ഐ സോൾവ് ദിസ് പ്രോബ്ലം. അവിടെ ഒരു മെന്റർ ഇൻഡസ്ട്രി എന്ന് വരികയാണെങ്കിൽ ഹി ഹാസ് സീൻ ആൻ എന്റർപ്രൈസ് ലെവൽ ദിസ് തിങ്. സോ ഹി വിൽ somebody who has worked on a local project versus someone who has worked on an enterprise level, അതിൻ്റെ 8 ബില്യൺ 12 ബില്യൺ അല്ലെങ്കിൽ 100 ബില്യൺ 200 ബില്യൻ്റെ ഡൊമൈനിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പോഷർ ഇസ് വെരി ഡിഫറെന്റ്. ഐ മീൻ ഹൗ ദേ തിങ്ക് അബൌട്ട് ഡിസൈനിങ് സ്റ്റഫ്. അത് ഇവർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇപ്പം മെന്റർഷിപ്പ് ഇൻ ടേംസ് ഓഫ് യുനോ ഇസ് AI, ഐ മീൻ വിച്ച് പാർട്ട് ഓഫ് AI, ആ സ്പേസിൽ കുറച്ചുകൂടെ ഹയർ ഓർഡർ തിങ്കിങ് സ്പേസിൽ വരാം. നമ്മൾ ക്യാമ്പസിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ലേൺ ബൈ ഡൂയിങ് എന്നുള്ളതാണ്. അപ്പം ശരിക്കും എനിക്ക് മെന്റേഴ്സിൻ്റെ ഒരു റെലവൻസ് തോന്നിയിട്ടുള്ളത് ഈ ലേൺ ബൈ ഡൂയിങ്ങിൽ ഇവർ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഡൗട്ടുകൾ വരുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ സ്ഥലത്ത് സ്റ്റക്ക് ആവും. സോ ആ ടൈമിൽ ശരിക്കും മെന്റേഴ്സിന്റെ ഒരു ഹെൽപ്പ്, ഓൾറെഡി ഇത് കവർ ചെയ്ത് പോയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, സോ അതിൽ എന്തായിരിക്കും അത് ആക്ച്വലി കണക്റ്റഡ് ടു ദ പ്രീവിയസ് വൺ വേറെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ പീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റർഷിപ്പ് ഇൻഡസ്ട്രിയും അക്കാഡമിക്സും തമ്മിൽ, കോളേജും ഷംസുവിന്റെ മെന്റർ കോളേജും ലിറ്റ്മസ് 7 തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ മൊമെന്റ് ഉണ്ടെങ്കിൽ അത് സേ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് ഫോർ 2 months and after that I mean if you are not maintaining that relationship then continued support is broken. അപ്പോൾ ഇപ്പൊ പറഞ്ഞ ഒരു കേസിനകത്ത് ഇപ്പം എനിക്കൊരു ഡൗട്ട് വരുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു കോർപ്പറേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഫിനോമിനൽ സാധനമായിരിക്കും. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ദ കമ്പനീസ് അറ്റ് യുവർ ഡിസ്പോസൽ ത്രൂഔട്ട് ദ 4 years of academics. നേരത്തെ മറന്നുപോയി ഞാൻ പറഞ്ഞൊരു കാര്യം ഇതിന്റെ അറൗണ്ട് ആയിരുന്നു. ആസ് എൻ you said we believe in knowing every student on its own. അതൊരു എക്സ്ട്രീംലി ഇമ്പോർട്ടൻസ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രസകരമായ എക്സാമ്പിൾ എന്നെ പണ്ട് ട്യൂഷൻ സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടായിരുന്നു, പുറത്താക്കിയായിരുന്നു. എന്തിനാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നെ പുറത്തു വിട്ട് 4ാമത്തെ ദിവസം എന്നെ തിരിച്ചു വിളിച്ചു വരും. അപ്പൊ ആ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അന്നത്തെ കാലത്തെ, 91 പ്രോബബ്ലി.
half of this population is not even born. Their parents probably wouldn't have even thought about having marriage. But അതെ, അപ്പോൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ച് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്നെ വിളിച്ചു. ഞാൻ വെച്ചാൽ മിക്കവാറും എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. അപ്പം അതുകൊണ്ട് വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ. കോളേജിലും പോകാറില്ല ഞാൻ. ഈ ട്യൂഷൻ സെൻ്റർ ആയിരുന്നു എൻ്റെ ആകെയുള്ളൊരു സ്ഥലം. പിന്നെ ഞാൻ കക്ഷിയെടുത്ത് ചോദിച്ചു. ഒരു എന്നെ തിരിച്ചു വിളിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു പുതിയൊരു മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ അന്വേഷണം. പുതിയൊരു മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മാഷ് എന്നെ തിരിച്ചു വിളിക്കാൻ കാര്യം, അങ്ങേര് നോക്കിയപ്പം അങ്ങേരുടെ ജീവിതം എന്തുമാത്രം വൃത്തിയോടായിരുന്നു അതേപോലെ വൃത്തിയോടായിട്ടുള്ള ജീവിതമുള്ള ആളായിരുന്നു ഞാൻ. ആ ഒരു കണക്ഷൻ്റെ റീസൺ വെച്ചിട്ടാണ് കക്ഷി എന്നെ എടുത്തത്. പക്ഷെ ഈ സമയത്ത് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഇതുവരെ എന്നെ ഒരാളും കോളേജിൽ അക്കാഡമിക് സൈഡിൽ വീട്ടിൽ അങ്ങനെയല്ല, പക്ഷെ ഒരാള് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ ഒരിക്കലും ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. ഇത് ഈ കക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിധേയത്വമായിരുന്നു. വിധേയത്വം തന്നെയല്ലേ മലയാളത്തിൽ വാക്കാതെന്ന് തോന്നുന്നു. ഒരു ഫാൻ മൊമെന്റ് പോലെ. എന്നിട്ട് പിന്നെ ഞാൻ അത് കാരണം പിന്നെ കക്ഷിയുടെ കൂടെ നടന്നിരുന്ന 1-2 പേരുണ്ടായിരുന്നു. കക്ഷി കുസാറ്റിൽ ആയിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. മെറ്റീരിയൽ ഫിസിക്സിൽ 7th റാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത്, 3rd റാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കക്ഷിയുടെ കൂടെ വരുന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. കക്ഷിയുടെ പേരിൽ അങ്ങനെ 24-25 പേറ്റൻസ് ഉണ്ടായിരുന്നു. ഹി വുഡ് ലുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് മൈ ഏജ് ദെൻ, ആൻഡ് ഐ ബിക്കം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. ഇവിടെ എന്നെ സെർട്ട് വിളിക്കാൻ പഠിപ്പിച്ചതും ഈ പറയുന്ന സാറ് തന്നെയായിരുന്നു. എനിക്ക് സെർട്ട് ദേഷ്യമായിരുന്നു. കാരണം എൻ്റെ അച്ഛനെ 26 മണിക്കൂർ സെർട്ട് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ജോലി എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ അങ്ങനെ എൻ്റെ തോന്നി ഒരു ദിവസം വലിച്ചു നോക്കാൻ. ഞാൻ വലിച്ചു നോക്കിയപ്പോൾ നല്ല രസമുള്ള ഫീലിംഗ്. പിന്നെ വലിയ തുടങ്ങി. ചുമക്കാതെ വലിക്കണം എന്നുള്ളായിരുന്നു ബെറ്റ്. ഒറ്റ വലി തന്നെ ചുമച്ച് കുടൽ വെളി വന്നു. അപ്പൊ വാശിയായി, ഇനിയിപ്പോ വലിച്ചേ പറ്റുന്നു. അങ്ങനെ വലി കൂടി ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. വെൻ ഹി ന്യൂ വാട്ട് ഐ ആം ആൻഡ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഹിസ് ഇന്റന്റ് ഇൻ മൈ ലൈഫ് ഈസ് ടു മേക്ക് മീ ബെറ്റർ എന്ന് പറഞ്ഞൊരു ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ദെൻ വാട്ട് എവർ ഹി സേസ് ഐ അക്സെപ്റ്റ്. സോ എനിക്ക് ആ ഷംസ വാക്ക് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഓരോ ആൾക്കാരും അവരുടെ ട്രിഗർ പോയിന്റ് വേറെ. ഒരു ക്ലാസ് റൂമിൽ വന്നിട്ട് 30 പിള്ളേരോട് ഒരേ ഡയലോഗ് പറഞ്ഞ് 2 പിള്ളേർക്ക് എടുത്തു. എങ്ങനെ പോലും ഒരാൾക്ക് റാങ്ക് കിട്ടത്തുള്ളൂ, കുറച്ച് പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും, കുറെ പേര് അങ്ങ് തോക്കുമല്ലോ. അപ്പൊ എന്തായാലും നമ്മളൊന്നും എല്ലാവരും ഒരുപോലെ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. that cannot be taken as a measure for measuring anyone. അപ്പം അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഞാനിത് ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റോറിയിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അവർക്കെല്ലാം ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു സ്പാർക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ ആരെങ്കിലൊക്കെ എന്തുമാത്രം മൂവീസ് ഉണ്ട് അങ്ങനെ ഒരുപാട്. അത് തന്നെ ഒരു ലാർജ് പോപ്പുലേഷൻ. ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നന്നായി ഞാൻ വിചാരിച്ചു, നന്നായില്ല. 62% മാർക്കൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ പോയി MCA പോയി ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴും അവിടെയും ക്ലാസ്സിൽ കയറില്ല. ജീവിതം നമ്മളെപ്പോഴും റിപ്പീറ്റ് ആവുമല്ലോ. അപ്പൊ അവിടെയും കണക്കാണ്. ലാസ്റ്റ് സെമസ്റ്ററിൽ 11 അരിയറും ഒക്കെ ആയിട്ട് 1 day മാച്ച് ആയിരുന്നു എനിക്ക്. രാവിലെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം എഴുതും, ഉച്ച കഴിയുമ്പോൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ എഴുതും, അടുത്ത ദിവസം രാവിലെ വേറൊരു സെമസ്റ്ററിന്റെ എഴുതും. ഇങ്ങനെയൊക്കെ ജീവിതം. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇന്നത്തെ പിള്ളേർ പോലും നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ചില വാക്കുകൾ, ചില സാറുമാർ, ഇതിനകത്തുള്ള ചില സാറുമാർ ഇങ്ങനൊരു എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇതൊക്കെ കാരണം ഞാൻ രക്ഷപ്പെട്ടു പോയി. നമ്മളെ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർന്നു. അല്ല, ആരെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മെന്റലി വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. വെരി തോട്ട്ഫുൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നല്ല ലിമിറ്റ്, ഇപ്പം ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഒരു ന്യൂ ഏജ് പിള്ളേരെല്ലാം പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പിള്ളേരാണ്. അപ്പം അവർക്കൊരു, എനിക്ക് തോന്നുന്ന ഒരു അത്യാവശ്യം നല്ല ലിവിങ് സ്റ്റൈലൊക്കെ ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 ലാക്ക് പെർ മന്ത് സാലറി ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ലിവിങ് സ്റ്റൈൽ മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 2 lakhs 3 lakhs. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഭയങ്കര ഒരു പറച്ചിലുണ്ട്, എൻജിനീയറിങ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ എൻജിനീയറിങ് ജോലി കിട്ടാൻ പാടാണ്. ഞാനെപ്പോഴും പറയുക, അത് ജോലിയുള്ളവരെല്ലാം നാട്ടിൻപുറത്ത് കാണാത്തത് കൊണ്ട് അവരങ്ങനെ പറയുന്നതാണ്.
എൻ്റെ ഇതിൽ എപ്പോഴും എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഹൈ പെയ്ഡ് സാലറി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഗ്രാം എഞ്ചിനീയറിംഗ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും എന്തൊക്കെ ആയിരിക്കണം, ഇപ്പം സ്റ്റുഡൻസ് ചിലപ്പോൾ ഒരു വളരെ ചെറിയ സാലറിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നത് പല കമ്പനികളിലും. പക്ഷെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആക്ച്വലി ഒരു ഹൈ പെയ്ഡ് സാലറിയിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെങ്ങനെ അവർക്ക് ഗ്രാബ് ചെയ്യാം? അവിടെയാണ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ. ആ എക്സാമ്പിൾ മുമ്പ് എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ജോലി ചെയ്യാൻ പോകുമ്പം എൻ്റെ ശമ്പളം കണ്ട 8,000 രൂപ അങ്ങനത്തെ വരുന്നു മാസം. ചില ദിവസങ്ങളൊന്നും വീട്ടിൽ വരാറില്ല, ചില ദിവസങ്ങളില്ല, ആഴ്ചകളോളം അവിടെ തന്നെ ആയിരിക്കും, ഓഫീസിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഗെയിൻ ആസ് മച്ച് എക്സ്പീരിയൻസ് ഇസ് പോസിബിൾ. അത് അറ്റ് ദ സെയിം ടൈം യു വോണ്ട് ടു ഇംപ്രസ് ദ വേൾഡ് ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. ഇപ്പം രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. ഇന്നിപ്പോൾ ഞാൻ കാണുന്ന ഒരു ചെറിയൊരു അത് ചിലപ്പോൾ ഞാൻ കാണുന്ന കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിരിക്കും. It's more like a silver spoon problem. I've done the engineering, so I need this money. But what are you good at? I'm not good at anything. So ഈ ഒരു പ്രശ്നമാണ് ഇന്നത്തെ ലോകത്തിലുള്ളത്. ഞാൻ അതിന് വേറൊരു സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത് എനിക്ക് 30% ആൾക്കാർ കോളേജിൽ നിന്ന് വരുന്നവരാണ്. ആ 30% ഫ്രഷേഴ്സിനെ ഞാൻ എൻഗേജ് ചെയ്യുമ്പം അതിനകത്ത് നിന്ന് ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് സംവെയർ അറൗണ്ട് 60 to 70% of the people are brilliant. The kind of people that will get the salary that you said. But they are never paid that high. ഞാൻ ഇറങ്ങുന്ന കാലത്ത് ഈ കമ്പനി ഇറങ്ങുന്ന ആ സമയത്ത് it was less than 10%. So drastic reduction in the quality of people. Right now ഞങ്ങൾ ഇവിടെ നമ്മുടെ കമ്പനിയിലെ ലിറ്റ്മസിൽ നമ്മൾ ഹയർ ചെയ്യുമ്പം വി ഹയർ ഫ്രം എ ലോട്ട് ഓഫ് ഗുഡ് കോളേജസ്. ആൻഡ് അതിനകത്ത് ഇപ്പം ഞങ്ങൾ ഹയർ ചെയ്യുന്ന പിള്ളേരെ വേറെയുള്ള കമ്പനികൾ ഇന്റർവ്യൂ ഉള്ള എടുത്തുകൊണ്ട് പോകും. കാരണം വി ഹവ് സെലക്ടഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. വി ഗിവ് ദം റീസണബിളി ഗുഡ് സാലറി, മേ ബി നോട്ട് അറ്റ് ദ സ്പേസ് ദാറ്റ് യു സെഡ്. ബട്ട് അല്ല, ഞാൻ ഇത് ഫ്രഷേഴ്സിന് ആ സാലറി കിട്ടണം എന്നുള്ളതല്ല. പക്ഷെ ഫ്രഷേഴ്സിന് കിട്ടാം. കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു ബിസിനസ് ഒരാൾക്ക് കാശ് കൊടുക്കുന്നത്? കാരണം the return from that person is higher. I mean, there is some ways in which the organization is able to see a value in that person. ആ വാല്യൂ എന്ന് പറയുന്നത് സ്കെയിലബിൾ ആണ്. ഇയാൾ ആ 1.5 വർഷം കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ 1 വർഷത്തിൽ താഴെയുള്ള ഒരാൾ ചെയ്യുന്ന ആ ഒരു വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനസി, അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ അതിനെ അയാൾ കാണുന്ന രീതി, ആ രീതി എന്ന് പറയുന്നത് ഒരു 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ആയിരിക്കാം. അപ്പം നാച്ചുറലി ദാറ്റ് പേഴ്സൺ ഈസ് എലിജിബിൾ ഫോർ ദാറ്റ്. അപ്പം നമ്മുടെ ഇവിടെ കമ്പനിയിലെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, it's not you earn the respect not because of the number of years you've lived in the shoe, but it is the quality of who you are. If you're good, you will get. I mean, and it's very transparent. I think pretty much all companies probably are like that. ശമ്പളം അല്ല നമ്മൾ നോക്കേണ്ടത്. What is that worthiness in you, because of which you should get that. Maybe it's not 1 lakh. You might want to claim 50 lakhs per annum. It is much more than that. So my advice to kids are like, say, don't look for the money per se. Money, if you're somebody who's chasing money, you'll never get money. If you're chasing your inner strength, your core, money or not naturally will happen. Money is a byproduct. That will prove. Correct. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവര് ഇതിലേക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ ടാർഗറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഒരു ചെറിയ സാലറി സെറ്റിൽ ആവാതെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഫ്രഷറായി പ്ലേസ്മെന്റ് ആവുമ്പോൾ തന്നെ 1.5 ലാഖിലേക്ക്. അത് ഈ പറയുന്ന പോലെ 4 വർഷം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന മെന്റർഷിപ്പും ഈ പറയുന്ന എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കോർപ്പറേറ്റ് എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ they are naturally eligible to make more money than anybody else, because ഒരു 2 വർഷം ഏതെങ്കിലും കോർപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് ഉണ്ട്. And if the company also sees that, I mean, this kid is a good kid, I mean, they might give a premium to hire him. What we need to understand, ഈ ആക്ടിവിറ്റീസ് അവരെ ഡ്രൈവ് ചെയ്യും അങ്ങനെ ഒരു നല്ല കരിയറിലേക്ക്. Absolutely. They now know to claim themselves. They now know who they are. And they also know, when I compare myself with other college kids, how better I am. I mean, we don't hire because somebody is coming from IIT. We hire because Indian quality of the person. I mean, Indian military never hires people from urban cities. I mean, they hire from villages because they need something else. Likewise, every company needs kind of people that they can depend on, because a company is nothing but a collection of people.
അപ്പം പീപ്പിൾ ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ കോളേജിൽ നിന്ന് പാസ്സായി, എനിക്ക് പൈസ വേണം, പൈസ കിട്ടുന്ന കമ്പനി ഞാൻ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല. പൈസ തരുന്ന കമ്പനി അല്ല ക്വാളിഫിക്കേഷൻ ടു സെലക്ട് എ കമ്പനി. വാട്ട് യു വോണ്ട് ടു ബിക്കം ആൻഡ് യുവർ ഇന്നർ സ്ട്രെങ്തിനും ആ ആറ്റിറ്റ്യൂഡിനും ചേരുന്ന, അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന എന്താണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ള എക്സ്പ്ലോറേഷൻ ആയിരിക്കും. അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു പഠിപ്പിക്കുന്നതായിരിക്കാം കോളേജിൽ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പം സാലറി മാത്രമല്ല ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്ക്. അതായത് വൺസ് ദേ സെലക്ടഡ് ദ കമ്പനി, അല്ലെങ്കിൽ കമ്പനി ചൂസ് ചെയ്യുന്നതിനും സാലറി മാത്രമായിട്ട് ഒരു ഇത് വരാറില്ല. കാരണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസ് ഒക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതാണെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം ഇത് വേണുവിന് എങ്ങനെ എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 years ആയിട്ട് ഇത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ടെക്, കാരണം ഇത്രയും വേൾഡിലെ ടോപ്പ് കമ്പനികളുടെ ബാക്ക് എൻഡ് ലിറ്റ്മസ് 7 മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ പണ്ട് തൊട്ടേ വേണുവിനോടുള്ള എൻ്റെ പേഴ്സണൽ റെസ്പെക്റ്റോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ആദ്യം തൊട്ടേ സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ ഇവിടുത്തെ ടീമിന്റെ സീനിയോറിറ്റി, അല്ലെങ്കിൽ ഇത്രയും ടെക്കിലെ പുലികളായിട്ടുള്ള ആൾക്കാരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം ഇവർക്ക് എപ്പോഴും ചിലപ്പം ചാടണം എന്നൊക്കെ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ പല കമ്പനികളിലും. അപ്പം ഒരു ആവറേജ് ഏജ് എന്തായിരിക്കും, ആവറേജ് സീനിയോറിറ്റി? ഇവിടെ നമ്മളിവിടെ ആവറേജ് 9 years ആണ്. ഇൻഡസ്ട്രി 2 to 3 years ആകുമ്പോൾ ഇവിടെ 9 years എന്ന് പറയുന്നത് ഒരു എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും ഗ്ലോമറല്ല. എനിക്ക് 35 വയസ്സായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അതിനേക്കാൾ കുറവാണ്. അതല്ല, എന്നാലും ഞാൻ പറഞ്ഞത് താടി ഞാൻ വെളുപ്പിച്ച അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന അഡ്വൈസുകൾ എനിക്കാണെങ്കിൽ പോലും എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ളത് കിട്ടുന്നത് ഭയങ്കര. ഇതിനകത്ത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം 1 in a million ആൾക്കാരെ, പഴയ ആൾക്കാരെ. അവര് വന്നത് ലിറ്റ്മസ് 7 ബ്രാൻഡ് ഉണ്ടാകുന്നതല്ല. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ വിപ്ലവ ഉണ്ടായിരുന്ന ഷിൽജോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മനുഷ്യൻ, കക്ഷി വിളിച്ച് ചോദിച്ചു എൻ്റെ കൂടെ വരുന്നത്. കക്ഷി അന്ന് ആർക്കിടെക്ട് ഓഫ് ദി ഇയർ അവാർഡ് വിപ്ലവിൽ കിട്ടിയ ആളാണ്. ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. നമുക്കൊരു ബ്രാൻഡിലെ ഒരു സാധനമില്ല, ഈ കമ്പനി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഐ നോ ദറ്റ് യു വിൽ ഗെറ്റ് എ ജോബ് എനി മൊമെന്റ് യു സേ ദാറ്റ് വെൻ യുവർ റെസ്യൂമേ ഈസ് അപ്ഡേറ്റഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ജോബ്. വരാമെന്ന് ചോദിച്ചു. അടുത്ത 5ാം ദിവസം ഷിൽജോ വാസ് വർക്കിംഗ് വിത്ത് മീ, നോട്ട് ഈവൻ അബ്സ്കോണ്ടഡ് ഫ്രം ദ പ്രീവിയസ് കമ്പനി. ഇറ്റ് വാസ് ഓൾ ആസ് ഗുഡ് ആസ് ദാറ്റ്. അപ്പം വേർ ദർ ഇസ് ദാറ്റ് എന്താ പറയാ മൈൻഡ് ഷെയർ അലൈൻ ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെ ആയിരിക്കും. ആക്ച്വലി ഒരു മെന്ററിങ് ആയിരിക്കില്ല, പക്ഷെ ആ ഒരു മൈൻഡ് കണക്ട്, മെന്ററിങ് അല്ല മൈൻഡ് കണക്ഷൻ ഭയങ്കരമായിരുന്നു. കാരണം ഞങ്ങളെല്ലാം ഒരുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് മുമ്പത്തെ 3 വർഷത്തോളം ഞങ്ങൾ പല പ്രോജക്ട്സുകൾ ഒരുമിച്ച് റിലീസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ ചിന്തകൾ അറിയാം. പിന്നെ പീപ്പിൾ ജോയിൻ ഗൂഗിൾ ഫോർ വാട്ട്, ഐ മീൻ ബിക്കോസ് ദേ വാണ്ട് സം സോർട്ട് ഓഫ് ബിലോങ്ങിങ്നെസ്. ഗൂഗിളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും നാട്ടുകാരോട് പോയി പറയാം, ഓ എൻ്റെ മോൻ ഗൂഗിളിലാണ്. സംബഡി ഗോസ് ആൻഡ് ജോയിൻ എ സ്റ്റാർട്ടപ്പ് കമ്പനി, അച്ഛന് പറയാൻ പറ്റില്ല, എൻ്റെ ചിലപ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റുന്ന പറ്റില്ല. അപ്പം എൻ്റെ ഇതിൽ സൈക്കോളജിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഐ മീൻ ദ റീസൺ വൈ വി പിക്ക് അപ്പ് സർട്ടൻ തിങ്സ് ഇൻ അവർ ലൈഫ് ഇസ് ഫോർ ഫീലിംഗ് ദറ്റ് ബിലോങ്ങിങ്നെസ്. അപ്പോൾ ആ ബിലോങ്ങിങ്നെസ് വരുന്നത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പം ഒരു സയന്റിസ്റ്റിന്റെ ബിലോങ്ങിങ്നെസ് ഇസ് നോട്ട് വാട്ട് ഒരു എഞ്ചിനീയറുടെ ബിലോങ്ങിങ്. നേരത്തെ പറഞ്ഞ പോലെ ശമ്പളം കൂടുതൽ കിട്ടുന്ന ഒരു സാധനമല്ലേ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബിക്കോസ് എഞ്ചിനീയറിംഗ് ഇസ്, ഐ മീൻ somebody's creativity or a business opportunity. You are the one who is designing it. You have to make it, you have to design it so well enough. And ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ ക്ലെയിം ദാറ്റ് കൈൻഡ് ഓഫ് ഫെയിം, ഓപ്പർച്യൂണിറ്റി there versus opportunity here is huge. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. There are a lot of people who say that, I mean, kids have come to me and said, oh no, computer എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന ഒരു സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് I don't want to do that, I want to go to mechanical. And what are you going to do after doing the mechanical? So look at the opportunity versus all that aspect, right? So technology is underlining thing for you're today some of us are even breathing because of technology. So all that is like emotional, ഒരു കണക്കിന് ഒരു രീതിയിൽ പറയുന്നതുകൊണ്ട് തെറ്റായി തോന്നുന്നില്ല. പക്ഷെ വിവരമില്ലായ്മയാണ് നമുക്ക്. കാരണം when we know only so much, we will sideline ourselves or skew ourselves into something like that.
Technology has to be learned. AI is important. There's no freaking doubt about it. Even doctors has to be technologically savvy. എവരിവെയർ Everywhere. എന്ത് പഠിച്ചാലും ടെക്നോളജി പഠിക്കണം എന്നുള്ള അവസ്ഥയിലാണ്. വല്ല ജീവിക്കണ വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ റെസിപ്പി നോക്കണം. അതിനൊരു ഫോൺ വേണമല്ലോ. എന്തായാലും വേണം. സ്റ്റുഡൻസ് +2 കഴിഞ്ഞു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ലൈഫിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വേണു ആയി തീരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലംബോഗിനി, റോൾസ് റോയ്സ്, അപ്പോൾ നല്ല ഒരു ലൈഫ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരുപാട് പേർക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനെ എത്രയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതുപോലുള്ള കമ്പനി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യണം. ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എത്താൻ പറ്റത്തുള്ളൂ. ഏത് വേണു ഒരു സാധാരണക്കാരിൽ നിന്നാണ് ഇത്രയും ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ അതിനായിട്ട് അവർക്ക് എന്തായിരിക്കും ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യാം? ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ് എന്തെങ്കിലും ഫോളോ ചെയ്താൽ ലൈഫിൽ ഒരു ടൈമിൽ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാൻ പറ്റും? Very easy question. ഇത് മൾട്ടിപ്പിൾ രീതിയിൽ പിന്നെ ആൻസർ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഫണ്ടമെന്റൽ സാധനം എന്ന് പറയുന്നത്, ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട്. ഇത് ഞാൻ പറയുന്നുണ്ട് അങ്ങനെയേക്കാളും നല്ലത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു മാനേജർ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് എൻ്റെ സ്വഭാവത്തിനെ കുറിച്ച് വർണ്ണിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. കന്നഡത്തിൽ അവർ പറഞ്ഞു. അതെനിക്ക് കന്നഡ അറിയാൻ പാടില്ലാത്തത് ഞാൻ മനസ്സിലായത് ഇംഗ്ലീഷിൽ പറയാം, അല്ല മലയാളത്തിൽ പറയാം. ഒരാണ് ചെളിയിൽ വീണാൽ മീശയിൽ മണ്ണ് വരരുത്. ആൻഡ് ദേ ഹാവ് എ ഫ്രേസ് ഫോർ ഇറ്റ് ഇതിനകത്ത് കന്നഡത്തിൽ. അതിനെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, you should have the internal belief that you can never be a failure. ആ സാധനം പഠിത്തത്തിൽ ഇപ്പം ഞാൻ പഠിക്കാൻ ഇതൊന്നുമല്ല. എൻ്റെ ഞാൻ ഫിസിക്സ് ആയിരുന്നു എൻ്റെ മേജർ. ഫിസിക്സ് മേജറിൽ എൻ്റെ സെക്കൻഡ് ഇയറിൽ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 6 out of 60. ബേസിക്കലി ഫെയിൽഡ് ഇൻ എവറിഥിങ്. I won't even pass. After my second year, my whole thing was somewhere around 21, 22, 23%. So I met this teacher 3 months prior or 6 months prior to my final year exam. And 3 monthsനകത്താണ് ഞങ്ങൾ തമ്മിൽ ഇത്ര വലിയ മച്ചം. അത് കഴിഞ്ഞിട്ട് 3 മാസം ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല, ബെഡിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. അവിടെ ഇരുന്നാണ് പഠിച്ചത്. അങ്ങനെയാണ് ഈ 62% മാർക്ക് കിട്ടി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നത്. പക്ഷെ ഇതിനകത്തെല്ലാം അന്ന് നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകുമ്പോഴും, വെറുതെ വഴക്കുണ്ടാക്കാറില്ല, പക്ഷെ ഒരാൾക്കും വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി പോവുക എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സാധനമില്ല. I think an attitude that you can develop is your self-confidence. If you're very confident about what you're saying, and ഈ കോൺഫിഡൻസ് വെറുതെ കിട്ടത്തില്ല. കടയിൽ പോയി 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനമല്ലോ. ഇത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം, അല്ലെങ്കിൽ അതിന് ഓവർ കോൺഫിഡൻസ് എന്ന് പറയും, കുഴി പോയി ചാടും. അപ്പം ഇഫ് യു ആസ്ക്, വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പല രീതിയിൽ ആൻസർ ചെയ്യാം. എന്ന് വെച്ചാൽ ബ്രെയിനിനെ വയർ ചെയ്യാണ് നമ്മൾ ജീവിതകാലം മുഴുക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ജനിച്ച അന്ന് വീണ ആദ്യത്തെ കരച്ചിൽ മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെയിനിനെ റീവയർ ചെയ്ത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനം അതിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഈ ബ്രെയിനിനെ നമുക്ക് ആക്ച്വലി വയർ ചെയ്യാം. അത് നമ്മളോട് നമ്മൾ സംസാരിച്ചാൽ മതി. ആ സംസാരത്തിൽ am I confident? How can I be confident? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും ജീവിതത്തിൽ. ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വന്നിരുന്ന ഞാൻ പലപ്പോഴും എൻ്റെ ക്യാബിനിലിരിക്കുമ്പോൾ എൻ്റെ ലീഡേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, വേണം നമ്മൾ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആദ്യ ചോദ്യം, ഇതിൻ്റെ ആൻസർ എൻ്റെ ഇവിടെ ഉള്ളത്. കാരണം ഈ പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലമാണ്, നിങ്ങളാണ് അതിനകത്തിരിക്കുന്നത്, നിങ്ങളാണ് എൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുക? പക്ഷേ why is that they are coming and asking me? Because somehow they felt they are not confident about making that decision, but Venu is, without even he having any clue about what that whole problem is. I think if you train that part of yours, you will definitely be able to become successful. Philosophical ആയിരിക്കും അത്, എനിക്കറിയാം. പക്ഷേ അവരുടെ ഏജിൽ അവരുടെ ഏജിൽ ഫെയിലിയർ ഉണ്ടെങ്കിലും അവരുടെ ഏജിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫിസിക്സിൽ ഇരിക്കുമ്പോൾ അവിടെ CBSE പിള്ളേർ എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്, ഞാനാണെങ്കിൽ മരമുണ്ട് ഈ ക്ലാസ്സിൽ, എനിക്കിതൊന്നും മനസ്സിലാക്കില്ല. അപ്പം ഈ ഉണ്ണിമാഷിനെ എന്നെ തിരിച്ച്, ഞാൻ പറഞ്ഞില്ലേ 4 ദിവസം ഇങ്ങനെ കൂടെ ഉള്ളായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം സംഭവിച്ചതും കക്ഷി എന്നെ തിരിച്ച് പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് കയറ്റുന്നത്. ആ സമയത്ത് കക്ഷി എന്നെ നോട്ടീസ് ചെയ്യാൻ ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് മനസ്സിലാകുന്ന വരെ ഞാൻ ഈ ചോദ്യം ഇതെങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് ചോദിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ജീവിതം വെറുത്ത് മരവിച്ചിരിക്കുകയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കിതൊക്കെ മനസ്സിലായി, എനിക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാകും. ഇയാൾ 4 പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും.
ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ചോദിക്കും. സൗകര്യം എന്നെ പഠിപ്പിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. എനിക്ക് അങ്ങനെ നാണക്കേടോ ബഹളങ്ങളോ ഒന്നുമില്ല ആ കാര്യത്തിൽ, ഈവൻ ദോ ഐ ആം ആൻ ഇൻട്രോവേർട്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഴിവൊന്നുമല്ല. ഇതൊക്കെ ദൈവം സാധിച്ച എന്റെ അച്ഛനും അമ്മയും തന്തയും തള്ളയും കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് ഇറ്റ്. You can train it. I've seen people changing in this company that way. സോ അതാണ് ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യേണ്ടത്. എനിക്കൊന്നും അത് മാത്രമേ ഉള്ളൂ. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുക. അപ്പൊ പഠിക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗോ ടു ദ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് എനിത്തിങ് ദറ്റ് യു ലേൺ, ദാറ്റ് ഇസ് എക്സ്ട്രീംലി ക്ലിയർ. ഫണ്ടമെന്റൽസ് ക്ലിയർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ വേണു 18 ഇയേഴ്സിലേക്ക് പോയിട്ട് ചിന്തിച്ച് അന്നത്തെ വേണുവിനോട് ഇന്നത്തെ വേണുവിന് പറയാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഞാൻ തിരിച്ച് 18ാമത്തെ വയസ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, എന്നെ ഒരു പട്ടി പോലെ തിരിഞ്ഞു നോക്കില്ല. 18ാമത്തെ വയസ്സിൽ എൻ്റെ രൂപങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഏതൊരു പെണ്ണെടുത്ത് എനിക്ക് പ്രേമമാണെന്ന് പറഞ്ഞപ്പം അന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയതാണ്. അപ്പം ഞാൻ ആലോചിക്കുന്ന ആ 18ാമത്തെ വയസ്സിൽ ഇന്നത്തെ എൻ്റെ സൗന്ദര്യം അന്നുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അതല്ലല്ലോ വേണ്ടതല്ലേ. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ല, എനിക്ക് തന്നെ അറിയത്തില്ല വേണ്ടായിരുന്നല്ലേ. 18 വയസ്സിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. സ്വാമി വിവേകാനന്ദൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ആൾക്കാർ പറഞ്ഞു, ഇത് വായിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല, പക്ഷെ ഐ ബിലീവ് ദാറ്റ്. അയാൾ പറഞ്ഞ് ജീവിതത്തിന്റെ അർത്ഥം സെർച്ച് ചെയ്തിട്ട് അവസാനം എനിക്ക് മനസ്സിലാക്കി ഇതൊരു അർത്ഥമില്ലെന്ന്. ഇത് ഇയാൾ ഇങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. 18ാമത്തെ വയസ്സിൽ ഞാൻ അബ്ദുൽ കലാം ആവണമെന്ന് വിചാരിക്കുന്നതിനകത്തൊന്നും അല്ല കാര്യം. ബിക്കോസ് ഐ വുഡൻ നോ. ഐ മീൻ ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറയുകയാണെങ്കിൽ വാട്ട് എവർ ഐ എം ഡൂയിങ് ഈസ് എക്സെപ്ഷണലി ഗുഡ്. ഐ തിങ്ക് I've got to where I've almost got to where I have to. I could have fast-tracked the whole damn thing by another 10 years or something like that. അതൊക്കെ ചെയ്യാമായിരിക്കും. പക്ഷെ പ്രകൃതിക്കൊരു താളമുണ്ടല്ലോ, പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ആൻസർ ഞാൻ പറഞ്ഞാൽ അതൊരു ക്ലീഷയാവോ, അതൊരു ചിലപ്പോൾ ക്ലീഷയാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും 18 വയസ്സുള്ള പിള്ളേർക്ക് കുറച്ചുകൂടി ജീവിതം എൻജോയ്. എനിക്കൊന്നും അമ്മാര് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. എന്റെ കാലത്തല്ലേ ഒരു പെങ്കൊച്ചിനെ പോലും നോക്കാൻ പറ്റില്ലല്ലോ. സോ വേണുവിന്റെ അഭിപ്രായത്തിൽ ഇപ്പം എന്തായിരിക്കും ഫ്രഷേഴ്സിൽ നിന്ന് ഹയറിംഗ് മാനേജേഴ്സ് പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, അവരുടെ ലൈക്ക് ഐ സെഡ്, ഐ മീൻ ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ലോജിക്കൽ ആസ്പെക്ട്, ലോജിക്കൽ ആസ്പെക്റ്റിൽ അവരുടെ ആക്ച്വൽ ലോജിക്കൽ വാട്ട് കൈൻഡ് ഓഫ് ലോജിക്സ് ദാറ്റ് ദേ കൻ ക്രിയേറ്റ് ടു സോൾവ് പ്രോബ്ലം എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട്. അപ്പോൾ അത് റിട്ടേൺ ആയിട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അവിടെയാണ് ആൾക്കാർ കൂടുതലും ഓൺലൈനിൽ പോയിട്ട് ഇതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചുകൊണ്ടെന്ന് എഴുതി വെക്കുന്ന സാധനം. പിന്നെന്ന് പറയുന്നത് ഇവരുടെ ഫണ്ടമെന്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. ഞാനൊരു പയ്യനെ പണ്ട് ഇവിടെ ഒരു റെഫറൻസ് കൂടെ വന്നൊരു പയ്യനാണ്. സാധാരണ റെഫറൻസ് കൂടെ വരുന്നവരൊക്കെ അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാറില്ല യൂഷ്വലി. പക്ഷെ ഈ പയ്യൻ വന്ന് ഡേറ്റ പ്രാക്ടീസിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പലതും ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ശമ്പളം വേണ്ട. എന്നിട്ട് ഞാൻ കുറച്ച് പ്രമൈസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് ശമ്പളം വേണ്ട, എനിക്കിത് പഠിച്ചാൽ മതി. എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് ലൈക്ക് പ്രോബ്ലി ലൈക്ക് 1.5 years back, and today he is a BSc guy, and BSc maths guy, and not even an engineer. But today is working for a client, and then he has got into the mainstream. Attitude can take you places. Attitude മോശമാണ്, ഭയങ്കര ബുദ്ധിയും വിവരം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. It's destructive for the whole company. അപ്പോൾ ആ ഒരു സാധനം കുട്ടികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, എബിലിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്, ഞാനാണ് എല്ലാം എന്ന് പറയുന്നത് ഒരു വലിയ അതൊരു മോശം ക്യാരക്ടറാണ്. കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം കോളേജിൽ നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്ട്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ അതിനകത്തൊക്കെ ആ ഒരു എലിമെന്റ് ടീം ബിൽഡിംഗ് നടക്കും. എല്ലാവർക്കും മനസ്സിലാവും ഞാനെന്ന് പറയുന്നതല്ല, ആക്ച്വലി ടുഗദർ എന്ന് പറയുന്നതിനകത്താണ് കാര്യം എന്നുള്ള അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആവശ്യമുണ്ട്. ദി അതർ വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ, യുവർ എബിലിറ്റി ടു ആർട്ടിക്കുലേറ്റ് what you know. ഞാൻ പണ്ട് കോതമംഗലം കോളേജിൻ്റെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അവിടെ ചെന്ന്
അന്ന് ഞാൻ ഈ കമ്പനിയിലില്ല, മുമ്പിലത്തെ കമ്പനിയില്ല. അപ്പോൾ ഒരു പയ്യൻ വന്നിരുന്നു. അപ്പോൾ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അപ്പോൾ ഞാൻ ചോദിച്ചു എന്താവാനാ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നെറ്റ്വർക്ക് റിലേറ്റഡ് സംതിങ്, ഐ മീൻ ലൈക്ക് കേബിളിംഗ് ആൻഡ് പ്രൊവിഷനിങ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അപ്പോൾ ഞാനിപ്പോൾ അതിനോട് എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. I felt that guy didn't have a good mentor, for point number one. Point number two is he's unable to explain anything in English. So I told him to explain me in Malayalam. So I gave him the whole freedom. When it was his local language, that guy went on ballistic. I mean, he was superb. And then I said, I mean, you should never ever aspire for what you just told me now. I'm not saying anybody who's working on the network side is inferior. But with his capacity, he could actually aspire for a very different field. Because his project was like that. But HR rejected him because his communication skill was not good. So there are companies where they value communication from the articulation skill perspective. But if you really ask me, any Japanese, do they even speak in English? They won't. Go to Spain and ask them to talk to you back in English, they won't. So communication is about, in terms of if you're able to make someone understand what you're trying to communicate, barring or irrespective of the language that you use or the methods that you use. If you focus in terms of communicating well, you don't have to be exceptionally good in English. You don't have to be exceptionally good in Malayalam either. But you know how to communicate what you're saying. That makes you, that gives you everything that is required. So attitude, communication, your ability to collaborate, your ability to, the agility in you in terms of the new things. You'll have to study, you'll be constantly studying. Actually, I mean, so there was this teacher's day here, and so all my guys are like the exceptionally brilliant guys. And so one of the person was asking me, how do you keep yourself up to date on all these kind of things? I said, when I was studying, I never studied. You guys all studied. When you stopped studying, I started studying. So Run this company. so it works. So if you have that attitude, I think that's all. I mean, that probably comprises of everything that is needed for you to be hireable. I mean, So super nice. Thank you so much. Nice having this conversation, and I think all the best for all your viewers. I mean, the kids and some of their parents as well. I think wish Mentor College also huge success, and we will be associating any which ways. Yeah. Thank you. Extra thank you for that. Good luck for everything that you're doing. It's brilliant. Good luck for you too. Thank you. ഇപ്പോൾ പറഞ്ഞ ന്യൂറൽ ഇൻ്റലിജൻസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേണു വിഭാവനം ചെയ്യുന്ന ഏറ്റവും വിഷണറി ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് അത് ബിൽഡ് ആവട്ടെ. അതുപോലെ there's no plan B for that, so I'm hoping that it's going to be there. Let's see how it goes. All my best wishes, and to more you than that, likewise. താങ്ക് യു സോ മച്ച് ആക്ച്വലി ഈ ടൈം എനിക്ക് തന്നതിനും ഇത് ഒരുപാട് സ്റ്റുഡൻസിന് ആക്ച്വലി ഹെൽപ്ഫുൾ ആവട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അതേപോലെ തന്നെ എല്ലാവരും ആ സീരിയസ്നോട് കൂടി കണ്ടു കഴിഞ്ഞാൽ it's going to be a very great job. Thank you. It's a very different life for kids from now on. I mean, it's not the college, it's not just the curriculum. It is too many things together, and there should be something forward looking as well in the college. Good luck to the kids, and good luck to you and your college as well. Thank you so much. Thank you then.